ഇന്ന് വരെ ഈ പറഞ്ഞ വ്യക്തികൾക്കൊന്നും ഒരു നേട്ടവും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, കൂടുതലും കെമിക്കൽ അടങ്ങിയ പെയിന്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ. അപ്പൊ ഈ ഒരു അവസരത്തില് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. നമ്മൾ ഓരോ RCM മെമ്പേഴ്സും ഇന്നിവിടെ കേൾക്കുന്ന 1000 പേരുണ്ട്. അത് കൂടാതെ പുറത്ത് നമുക്ക് യൂട്യൂബിൽ ലിങ്ക് അവൈലബിൾ ആണ്, അതിൽ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്. ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. സാധാരണക്കാരെ ഒരുപാട് വിജയങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒന്ന്, അവരെ ഹെൽത്ത് പ്രോബ്ലംസിനെ, എസ്പെഷ്യലി പെയിന്റേഴ്സിനെ അവരുടെ ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. കാരണം ഇതിലെ നമ്മളുടെ പെയിന്റില് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെയിന്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവും. അത് മാത്രമല്ല, സാധാരണക്കാർക്കാകുമ്പോഴത്തേക്കും നമ്മളുടെ ചെലവിൽ നിന്നുകൊണ്ട് തന്നെ, ചുരുങ്ങിയ ചെലവിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് നമുക്ക് നിറപ്പുകരാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്നൊരു വരുമാനവും കൂടി ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയൊരു സംവിധാനം, ശരിക്കും ഈ ഒരു സെഗ്മെന്റ് തുളസി പെയിന്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. കാരണം എന്താ അറിയോ, എനിക്ക് എന്റെ ഫാമിലി, അച്ഛൻ സ്റ്റാർ പേൾ അച്ചീവർ ആണ് MK ബാബു സാറ്. അച്ഛന്റെ കൂടെ കൈപിടിച്ച് RCMലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് RCMൽ ഒരു മെമ്പർ ആണെങ്കിൽ കൂടെ ഹസ്ബൻഡ് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിഞ്ഞിരുന്നില്ല, എന്ന് വെച്ചാൽ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല RCMലേക്ക്. പക്ഷെ ഈ തുളസി പെയിന്റ് വന്നു കഴിഞ്ഞപ്പോ ആൾക്ക് ഇഷ്ടമുള്ള ഒരു സെഗ്മെന്റ് ആയതുകൊണ്ട് അതിൽ കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് ആള് തന്നെ തയ്യാറായിട്ട് വന്നു. അതിന് ഞാൻ ഈ ഒരു അവസരത്തിൽ മൂർത്തി സാറിനോട് പ്രത്യേകം നന്ദി പറയാണ്. കാരണം സാറിന്റെ കൂടെ ഒരു 7 ദിവസം 18 ക്ലാസ്സുകൾ അദ്ദേഹം അറ്റൻഡ് ചെയ്തു. എന്റെ ഹസ്ബൻഡ് രതീഷ് കുമാർ സാർ അറ്റൻഡ് ചെയ്തു. അതിൽ നിന്ന് വന്ന മാറ്റം ഞാൻ എന്റെ ലൈഫിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പോ തുളസി പെയിന്റ് എന്റെ ലൈഫിലും മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ലൈഫിൽ ചേഞ്ച് വരുത്താനായിട്ട് പറ്റിയ ഏറ്റവും വലിയ സെഗ്മെന്റാ. ഇത്ര നാൾ ഉറങ്ങി കിടന്നിരുന്ന ആളുകളെ ഇനി നമുക്ക് തട്ടി വിളിച്ച് ഉണർത്തി കൊണ്ടുവന്ന് വലിയ വലിയ അച്ചീവ്മെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും നമ്മളുടെ ഈ ഒരു സെഗ്മെന്റ് വഴി. അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരു അവസരം തന്നതിന് ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ ലീഡേഴ്സിനും എടുത്തു പറയാനായിട്ട് നമ്മുടെ TCGനെ തന്നെ ഞാൻ ആദ്യം നമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ മനസ്സിന് ഞാൻ നന്ദി പറയാണ്. കൂടെ നമ്മൾക്ക് ഈ RCM എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കേരളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന നമ്മളുടെ ഗോപകുമാർ സാർ റൂബി, അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു അവസരത്തിൽ സ്മരിക്കുകയാണ്. ഒപ്പം നമ്മൾക്ക് 2 സ്റ്റാർ റൂബീസ് ഉണ്ട്. നമ്മളുടെ ഏറ്റവും ഗ്രേറ്റ് ഗുരുനാഥൻ സ്റ്റാർ റൂബി മൂർത്തി സാറും, അതുപോലെ സ്റ്റാർ റൂബി സുജിത് സാറും. 2 പേരെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ എല്ലാ റൂബി എമറാൾഡ് അച്ചീവേഴ്സ്, സ്റ്റാർ എമറാൾഡ് അച്ചീവേഴ്സ്, അതുപോലെ സ്റ്റാർ ആൻഡ് എബോവ് അച്ചീവേഴ്സ്, ഇന്ന് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ എന്റെ പേരിൽ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. കാരണം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഉണ്ടാവും. അപ്പോ തയ്യാറായിട്ടിരിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ പ്രോഗ്രാമിന് അവസാനം നമ്മൾക്ക് ചോദിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവും. അപ്പോ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും ഒരു ബുക്കും എടുത്ത് റെഡി ആയിട്ടിരിക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പെയിന്റിനെ പറ്റി നമ്മൾ ആരും പെയിന്റിങ്ങിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങാത്ത ആളുകളാണ്. പക്ഷെ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ പെയിന്റിന്റെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒപ്പം അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാവും എന്നുള്ള ഒരു അടിപൊളി സെഷൻ ആയിട്ട് നമ്മുടെ സ്റ്റാർ പേൾ അച്ചീവർ ആയിട്ടുള്ള നോബിൾ സാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ സ്റ്റാർ പ്ലാറ്റിനം രതീഷ് കുമാർ സാറിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. താങ്ക് യു സോ മച്ച് സർ. ഗുഡ് ആർസിയം. എൻ്റെ പേര് രതീഷ് കുമാർ, സ്വദേശം എറണാകുളത്ത് മുളവാടാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. ഏകദേശം ഒരു 8 വർഷത്തോളം പ്രവാസിയായിരുന്നു. കുവൈറ്റിൽ US ആർമിയിൽ സോൾജേഴ്സിന്റെ പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. ഏകദേശം ഒരു 8 വർഷത്തോളം. 2015 നാട്ടിൽ വരികയുണ്ടായി, റിസൈൻ ചെയ്ത് നാട്ടിൽ വരികയുണ്ടായി. അതിനുശേഷം ഒരുപാട് ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങളായിട്ടൊക്കെ നടന്ന സമയത്ത് എൻ്റെ ഫാദറിലോ രമ്യ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി RCMനെ കുറിച്ച്.
ചേട്ടാ അല്ലെങ്കിൽ രതീഷ്, RCM എന്ന ബിസിനസ് നല്ലൊരു ബിസിനസ്സാണ്. നമുക്ക് ഇതിന്ന് കുറച്ച് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാം. സമ്പാദ്യം മാത്രമല്ല, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റുകളാണ് എന്നുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്കിതൊന്നും കേൾക്കാനുള്ള താല്പര്യം കുറവായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രവാസിയായിട്ട് വന്നിരിക്കുമ്പോൾ തന്നെ നാട്ടിലെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇനി 2 ചോദ്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട്. ഇനി എപ്പോ പോകണു, ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാനാ തീരുമാനം? ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ എനിക്കൊരു ചെറിയൊരു ഈഗോസൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനത് വേണ്ടാന്നൊക്കെ വിചാരിച്ചു. RCM വേണ്ട, വേറെ ഏതെങ്കിലും ഇതായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചപ്പോ അങ്ങനെയാണ് ഞാൻ ഏഷ്യൻ പെയിന്റ്സിന്റെ സബ് കോൺട്രാക്ട് എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ സബ് കോൺട്രാക്ട് എടുക്കുന്നത് കൊല്ലമാണ്. കൊല്ലം കൊട്ടിയത്താണ് ഏഷ്യൻ പെയിന്റ്സിന്റെ ഗോഡൌൺ. അതിന്റെ ഫുൾ പെയിന്റിങ് ഞാനായിരുന്നു. അതിനുശേഷം തൃശ്ശൂർ, ഒല്ലൂര് അവരുടെ ഏഷ്യൻ പെയിന്റ്സിന്റെ ഗോഡൌൺ ഞാൻ തന്നെ ചെയ്തത്. എറണാകുളം, ആലുവ, ഇങ്ങനെയുള്ള 3-4 സ്ഥലങ്ങളിൽ ചെയ്ത ശേഷം ഏകദേശം ഒരു 2.5 വർഷത്തോളം അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് പെയിന്റിനോട് കൂടുതൽ താല്പര്യം വന്നത്. പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വന്നുണ്ട്. പക്ഷെ അത് നമുക്കൊരു സേവിങ്സിന് നിൽക്കുന്നില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി പോകുന്നു. അപ്പൊ അതിനെക്കുറിച്ച് അറിയാവുന്ന സമയത്ത് അത് ആ ഫീൽഡിൽ ഞാൻ വിട്ടുപോവുകയും അതിനുശേഷമാണ് നമുക്ക് RCM ക്ലോസി പെയിന്റ് വരികയും ചെയ്തത്. അപ്പൊ എനിക്ക് പെയിന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ താല്പര്യം പെയിന്റിനോട് ഉണ്ടായി. അപ്പൊ കൃഷ്ണകുമാർ സാറ് നമ്മുടെ കേരളത്തിലേക്ക് ഈ പെയിന്റ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്, മഹാ വ്യക്തിയാണ്. പുള്ളിക്കാരൻ ഞാൻ കൂപ്പയും സാറിനോട് കുറച്ച് ഡൗട്ടുകൾ ഞാൻ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ഞാനും വൈഫും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി, വിളിച്ച് ചോദിക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഈ പെയിന്റ് എന്നെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത്. സാറ് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു, എനിക്കും വൈഫിനും പറഞ്ഞു തന്നായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ടൈമിൽ ഞാൻ മൂർത്തി സാറിനെ വിളിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ടൈമിൽ ഞാൻ പറയണ്ടേ, സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് മൂർത്തി സാർ എന്നെ വിളിക്കുന്നത്. രതീഷ് ഫ്രീ ആണെങ്കിൽ, 7 ദിവസം ഫ്രീ ആണെങ്കിൽ എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ, എനിക്ക് നമ്മുടെ പെയിന്റിന്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. അത് തന്നെ നമ്മളൊരു ദൈവത്തെ കൊണ്ട് കാണുന്ന ഒരു വ്യക്തിയുമാണ് മൂർത്തി സാറ്. അപ്പോ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ RCMന്റെ മീറ്റിംഗ് ഞാൻ 8 വർഷമായിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. ആ സമയത്ത് ഞാൻ എല്ലാ മീറ്റിങ്ങിലും എന്റെ വൈഫിനെ കൊണ്ട് മീറ്റിങ്ങിന് കൊണ്ടാക്കുമായിരുന്നു. നമ്മുടെ കൊരട്ടി നമ്മുടെ ഇവിടെ അവിടുത്തെ ഓഡിറ്റോറിയത്തിലായാലും ഒരുപാട് സ്ഥലങ്ങളിൽ, ചാലക്കുടിയിലായാലും എല്ലാ സ്ഥലങ്ങളിലും മീറ്റിങ്ങിൽ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എന്താ പറയുക, ചായ കുടിക്കാന്നുള്ള പേരിൽ ഞാൻ വിട്ടുപോകുന്ന ഒരാളായിരുന്നു. എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യില്ല. ഏകദേശം ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് രമ്യനെയും കൊച്ചിനെയും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വരികയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ണൂര് ശ്രീകണ്ഠാപുരം അവിടെയാണ് ഫസ്റ്റ് മീറ്റിംഗ്. സുഭാഷ് സാറിന്റെ നേതൃത്വത്തിൽ അവിടെ മീറ്റിംഗ് നമ്മുടെ തുളസി പെയിന്റിന്റെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ഞാനൊരു മീറ്റിംഗിൽ ആദ്യം ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ ഒരു 15 മിനിറ്റോളം ഞാൻ ക്ലാസ് ഞാൻ കേട്ടപ്പോ ഞാൻ അവിടെ നിന്ന് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു. ഏകദേശം ഞാൻ ആ ക്ലാസ് ഞാൻ കേട്ടത് 2.5 മണിക്കൂർ ഞാൻ ആ ക്ലാസ് കേട്ടിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ ക്ലാസ് ആയാലും നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഇത്രയും ലോങ് ഒന്നുമില്ല. പക്ഷെ 2.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് കേട്ടു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമാണ് ഇതെനിക്ക് പറ്റിയ ഒരു പ്രസ്ഥാനം എന്നാണ്. അങ്ങനെ അതിലൂടെ ഞാൻ ഇറങ്ങി. ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പഠിച്ചു. പെയിന്റിന് കംപ്ലൈന്റ് വന്ന രീതികളും അല്ലെങ്കിൽ കംപ്ലൈന്റ്സ് പറയുന്ന രീതികൾ എന്തൊക്കെയാണെന്നുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു. ഞങ്ങൾ കോഴിക്കോട് ഫസ്റ്റ് ചെല്ലുന്ന ടൈം മജീദ് സാറിന്റെ വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അന്ന് മജീദ് സാറിനോട് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. മജീദ് സാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. മജീദ് സാറിന്റെ യൂട്യൂബ് ഞാൻ കണ്ടിട്ടുണ്ട്. കൃഷ്ണകുമാർ സാറിന്റെ യൂട്യൂബ് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലൂടെ കുറച്ച് അറിവുകൾ എനിക്ക് കിട്ടി. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ തുടങ്ങിയാണ് തുളസി പെയിന്റിന്റെ
ലോകം അല്ലെങ്കിൽ നന്മ. ക്ലിയർ ആണോ സാറേ? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവർക്കും തുളസി പെയിന്റിലേക്ക് സ്വാഗതം. നമ്മൾ തുടങ്ങിയാണ് തുളസി പെയിന്റിലേക്ക്. തുളസി പെയിന്റ് ചെറിയൊരു സംഭവമല്ല ഇത്. 1997 ജനുവരി 6-ാം തീയതിയാണ് മഹാരാഷ്ട്രയിൽ നന്ദയാട് എന്ന സ്ഥലത്ത് ശിലാസ്ഥാപനം ചെയ്തത്. അന്നത്തെ കൈലേഷ് രതി സാർ ആയിരുന്നു അന്നത്തെ MD. ഇപ്പോ 2ാം തലമുറയായ സുമിത് സാറാണ് അതിന്റെ MD ആയിട്ടും. ആ സുമിത് സാറിന്റെ കൂടെ എനിക്ക് ഒരു 7 ദിവസത്തോളം ഏകദേശം 18 ക്ലാസ്സുകളോളം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ സാറിനോട് സംസാരിച്ച് അതിന്റെ ക്ലിയർ ചെയ്യാൻ പറ്റി, പെയിന്റിനെ കുറിച്ച് ഗുണനിലവാരവും കാര്യങ്ങളെല്ലാം. അപ്പോ ആ സമയത്ത് സാറ് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. പെയിന്റിനെ കുറിച്ച്, മാനുഫാക്ചറിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോ ഈ പെയിന്റ് ഒരു സാധാരണ ഒരു പെയിന്റ് അല്ല, ഏകദേശം 24 വർഷം പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഇന്നോ നാളെയോ വന്ന ഒരു കമ്പനിയല്ലേ. ഏകദേശം ഇതിനൊരു 2001 തന്നെ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞ പെയിന്റ് എന്ന് പറഞ്ഞ ഡിസ്റ്റംബറിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2003 ബേസ് കോട്ട് ഇറക്കി, വാട്ടർ ബേസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. 2005 റോക്ക് സ്റ്റാർ ഇറ്റാലിയൻ പെയിന്റ് നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വരുന്ന സമയത്ത്, ആ സമയത്തും തുളസി പെയിന്റിൽ ഈ റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ നമ്മുടെ പെയിന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ആർക്കും അറിയാൻ പാടില്ല. നമ്മുടെ കേരളത്തിൽ വരെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരാൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. പക്ഷെ 2008 നമ്മുടെ ഏഷ്യൻ പെയിന്റ്സിന് ഈ ഇറ്റാലിയൻ പെയിന്റ് വന്ന സമയത്ത് 2008 ആ സെയിം ഇയറിൽ തന്നെ നമുക്ക് ബെസ്റ്റ് പെയിന്റിനുള്ള ഒരു അവാർഡ് പ്രൈം മിനിസ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോഴും ഏഷ്യൻ പെയിന്റ്സിന് ഈ പെയിന്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യൻ പെയിന്റ്സിൽ ഈ ഒരു പെയിന്റ് ഇറങ്ങുന്നത് തന്നെ. അപ്പൊ അത്ര പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ. അപ്പോ അതിൻ്റെതായ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ട്രിപ്പിൾ പി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, RCM-ലും ഉണ്ട് ട്രിപ്പിൾ P അല്ലെ. പ്രൊഡക്റ്റ്, പ്രൊഫൈൽ, പ്ലാൻ. സെയിം തന്നെ നമ്മുടെ പെയിന്റിലുണ്ട്. പ്രൈമർ, പുട്ടി, പെയിന്റ്. ഇതിന് പ്രൈമർ എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. സിമെന്റ് പ്രൈമർ ഉണ്ട്, ഇന്റീരിയൽ എക്സ്റ്റീരിയൽ വാട്ടർ ബേസ് പ്രൈമർ ഉണ്ട്, ബേസ് കോട്ട് പ്രൈമർ ഉണ്ട്. ഇത് 3 കാറ്റഗറിയാണ്. ബേസ് കോട്ട്, ഓക്കെ. സിമെന്റ് പ്രൈമർ ഇന്റീരിയൽ പ്രതലങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഒരു ഭിത്തി കെട്ടി സിമെന്റ് പ്ലാസ്റ്റ് ചെയ്തു. ആ സിമെന്റ് പ്ലാസ്റ്റ് ചെയ്ത ശേഷം എല്ലാവരും ഉപയോഗിക്കുന്നതാണ് സിമെന്റ് പ്രൈമർ. പക്ഷെ ഏകദേശം ഒരു സിമെന്റ് പ്ലാസ്റ്റിക്കിന് ശേഷം 1, 2, 3 ദിവസം കഴിയുമ്പോൾ ഒരുമിക്ക ആൾക്കാർ നമ്മുടെ സിമെന്റ് പ്രൈമർ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു പ്രവണതയാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയിലിരിക്കുന്ന വെള്ളത്തിന്റെ അംശങ്ങൾ ചെറിയ സുഷിരങ്ങളിലൂടെ അത് കടന്നു പോകേണ്ടതാണ്. പക്ഷെ കോൺട്രാക്ടർമാരും അതന്നെ അല്ലെങ്കിൽ കസ്റ്റമർ താല്പര്യപ്രകാരം പെയിന്റർമാര് 2 ദിവസം കഴിയുമ്പോൾ പെയിന്റ് അല്ലെങ്കിൽ സിമെന്റ് പ്രൈമർ അപ്ലൈ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏകദേശം ഇത് പ്ലാസ്റ്റിക്കിന് ശേഷം ഒരാഴ്ച, 1 or 2 ആഴ്ച കഴിഞ്ഞ ശേഷം, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ചെയ്യുന്നത് നല്ലതാണ് സിമെന്റ് പ്രൈമർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ വെള്ളത്തിന്റെ അംശം അവിടെ കിടന്നാൽ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് ബാക്ടീരിയകൾ ഉണ്ടാകും, അത് തന്നെ ഫംഗസുകൾ ഉണ്ടാകും. അപ്പോൾ പച്ച നിറത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആൾക്കാർ പറയുന്നത് ഏറ്റവും കൂടുതൽ സിമെന്റ് പ്രൈമർ മോശമാണെന്നുള്ളതാണ്. പക്ഷെ കാരണം ഭിത്തിയിലുള്ളതാണ്. പക്ഷെ അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഒരു ദിവസം പേസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം സിമെന്റ് പ്രൈമർ അടിക്കുമ്പോൾ അതിനുള്ള ദോഷങ്ങൾ മാറുന്നില്ല, ദോഷങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അത് നമ്മൾ പൊട്ടിയിട്ടാലും പ്രൈമർ അടിച്ചിട്ട് പൊട്ടിയിട്ടാലും
അല്ലെങ്കിൽ എമർഷൻ അടിച്ചാലും ആ കംപ്ലൈന്റ് അവിടെ തന്നെ ഉണ്ടാവും, മാറുകയില്ല. നമുക്ക് ഈ പ്രൈമറിൽ 50% വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. വൃത്തിയുള്ള ഈ പ്രദേശങ്ങളിൽ ഏകദേശം നമുക്ക് 90 to 100 സ്ക്വയർ ഫീറ്റ് വരെ കവറേജ് കിട്ടും. അതിൽ കൂടുതൽ കിട്ടും, 100-ന് മേളിൽ കിട്ടും. ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് കയ്യിലുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞു, നമ്മുടെ പഴയ വൈറ്റ് സിമെന്റ് തന്നെ, വൈറ്റ് സിമെന്റ് സെയിം തന്നെയാണ് നമ്മുടെ സിമെന്റ് പ്രൈമർ. പഴയ വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് ഏകദേശം അടിച്ചിട്ട് 6 മാസത്തോളം കഴിഞ്ഞിട്ട് നമ്മുടെ സിമെന്റ് പ്രൈമറോ അല്ലെങ്കിൽ വേറെ ബേസ് കോട്ട് അടിച്ച ശേഷം പൊളിഞ്ഞു വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ കംപ്ലൈൻസ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് ഏകദേശം 6 മാസമായി. 6 മാസമായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള അഴുക്കുകളും എല്ലാം മോശമായിട്ടുള്ള പ്രതലമായിരിക്കും. അതിൻ്റെ അകത്ത് കൊണ്ട് ഡയറക്റ്റ് എമർഷൻ അടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സിമെന്റ് പ്രൈമർ അടിച്ചിട്ട് പൊളിഞ്ഞു പോരുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമെന്റ് പ്രൈമറിനെയോ എമർഷനെയോ ഒരാളും പറയാൻ പാടില്ല. എന്താണ് അതിനു മുമ്പിലുള്ള പ്രശ്നങ്ങൾ? വൈറ്റ് സിമെന്റിലാണ്, അതിനു മുമ്പിൽ ഭിത്തിയിലുള്ള പ്രശ്നങ്ങൾ. അപ്പോ എല്ലാവരും പറയുന്നത്, ഞാനിത് ക്ലിയർ ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ്, പ്രൈമർ മോശമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈമർ ശരിയല്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഇത് അറിഞ്ഞിരിക്കേണ്ടത് കാര്യമാണ്. പ്രശ്നങ്ങൾ വരുന്നത് ഭിത്തിയിലൂടെയാണ്. ഭിത്തിയിൽ എങ്ങനെയാണോ നേരത്തുള്ള കംപ്ലൈന്റ്സ് വരുന്നത്, അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഉറപ്പാണ് അത് മോശമായ റിസൾട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോ അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ സിമെന്റ് അടിച്ചിട്ടുണ്ടാവും, അത് മൊത്തം നമുക്കത് തേച്ച് മിനുക്കി കളയാൻ ബുദ്ധിമുട്ടാണ് വൈറ്റ് സിമെന്റ് അടിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ബ്ലേഡുകൾ ഉപയോഗിച്ച് നല്ല ക്ലീൻ ചെയ്ത ശേഷം അതിന്റെ പ്രതലം നല്ല വൃത്തിയാക്കുക. എന്ന് പറഞ്ഞാൽ എണ്ണമയങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കറിപ്പാടുകൾ തെറിച്ചത് ഉണ്ടാവും. അതൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത ശേഷം നമ്മുടെ സിമെന്റ് പ്രൈമർ അപ്ലൈ ചെയ്യുക. ഉറപ്പായിട്ടും അത് നല്ല റിസൾട്ട് ആയിരിക്കും. നമുക്ക് അടുത്തതിലേക്ക് കടക്കുന്നതാണ് ഇന്റീരിയൽ എക്സ്റ്റീരിയൽ പ്രൈമർ. ഞാൻ നേരത്തെ പറഞ്ഞത് കൂടി തന്നെയാണ്, ഇത് പ്ലാസ്റ്റിക്കിൽ ഉപയോഗിക്കേണ്ട രീതികൾ, ആ കംപ്ലൈൻസ് മാറ്റിയാൽ മാത്രമേ നമ്മുടെ പെയിന്റ് ക്വാളിറ്റി ഉള്ളതെന്ന് ആൾക്കാർ പറയുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് കംപ്ലൈന്റ് തന്നെ എന്ന് പറയും. എന്നു പറഞ്ഞാൽ ഇത് ഇന്റീരിയലും എക്സ്റ്റീരിയലും ഉപയോഗിക്കുന്ന വാട്ടർ ബേസ് പ്രൈമറാണ്. ഏകദേശം 100 to 110 സ്ക്വയർ ഫീറ്റിന് മേളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 50% വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഒരുമിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത് കൈകളോ വടികളോ ഒക്കെ വെച്ചായിരിക്കും. എന്ന് പറഞ്ഞാൽ ഏഷ്യൻ പെയിന്റ്സിന് മറ്റുള്ള പെയിന്റ്സ് ഒക്കെ ചെയ്യുന്നത് അതാണെന്നുള്ള ധാരണ ഉണ്ടാവും. ചിലപ്പോ നമ്മുടെ പ്രൈമർ, ഈ ഇന്റീരിയൽ എക്സ്റ്റീരിയൽ പ്രൈമർ അല്ലെങ്കിൽ ബേസ് കോട്ട് പ്രൈമർ, ഇതൊക്കെ വരുന്നത് ചെറിയ നേരത്തുള്ള പ്രൈമർ, അവരുടെ പ്രൈമറിനെക്കാളും അല്ലെങ്കിൽ മറ്റുള്ള കമ്പനിയുടെ പ്രൈമറിനെക്കാളും ഇത്തിരി കട്ടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കമ്പനി പറയുന്നത് 50% വെള്ളം ചേർക്കാൻ പറയുന്നത്. അത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പൊട്ടി മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ഉചിതമായിരിക്കും. എന്താന്ന് പറഞ്ഞാൽ മിക്സിങ്ങിലാണ് ഇതിന്റെ ഗുണം ഇരിക്കുന്നത്. സുമിത് സാറിന്റെ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മിക്സ് ചെയ്യണേ എങ്ങനെയാണോ എന്നാലേ നമ്മുടെ പ്രോഡക്റ്റ് ഗുണനിലവാരമുള്ളതാവുള്ളൂ. മിക്സിങ്ങിലാണ് ഇതിന്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പെയിന്റ് ഇന്റീരിയൽ സ്റ്റീല് നമ്മുടെ പ്രൈമർ അടിച്ച ശേഷം 7-8 ദിവസം അല്ലെങ്കിൽ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ നമ്മൾ നമ്മുടെ എമർഷൻ അടിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. ഭിത്തിയിലേക്കുള്ള പിടുത്തങ്ങൾ, ബലത്തിന് കുറവ് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ പ്രൈമർ ഉപയോഗിക്കുന്നത് തന്നെ ബേസ് കോട്ട് അടിക്കുമ്പോൾ അതിനെ ബലത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇന്റീരിയൽ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. അടുത്തതിലേക്ക് പോകുന്നു. ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള ഒരു പ്രൈമറാണിത്, പ്രീമിയം ബേസ് കോട്ട് ഇന്റീരിയൽ എക്സ്റ്റീരിയർ. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ആൾക്കാർ കടലോര പ്രദേശങ്ങൾ അല്ലെങ്കിൽ കായൽ പ്രദേശങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ല റിസൾട്ടാണ്. അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്റെ സ്വദേശം ഞാൻ പറഞ്ഞു മുളവുകാടാണ്. ഉപ്പുള്ള പ്രദേശങ്ങളാണ്, ചുറ്റും പുഴയുള്ള ഒരു സ്ഥലമാണ്. അവിടെ എനിക്കറിയുന്ന ഒരു പരിചയത്തിലുള്ള ഒരു പെയിന്റർ ഉണ്ട്, മിസ്റ്റർ ഡെൽട്ടൻ. പുള്ളിക്കാരൻ ഈ എന്താണ് പറയാ, നമ്മുടെ ഈ പ്രൈമർ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് ഇതാണ്, ഇത്രക്ക് റിസൾട്ട് ഉള്ള ഒരു നല്ലൊരു പ്രൈമർ ഞാൻ കണ്ടിട്ടില്ല എന്നതാണ്. നല്ല കവറേജ് ഉണ്ട്, ഹൈ ഷൈനിങ് ആണ്, വൈറ്റ്നസ് ആണ്. ഇതാ നമുക്കിത് ഈ പ്രൈമർ നമുക്ക് ഇതിനു മുമ്പുള്ള പഴയ ഭിത്തികളിൽ നമുക്ക് ഫസ്റ്റ് കോട്ടായിട്ട് അല്ലെങ്കിൽ ഭിത്തി പ്രതലം ക്ലീൻ ചെയ്ത ശേഷം പ്രൈമർ, ഈ ബേസ് കോട്ട് പ്രൈമർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കവറേജ് നല്ല രീതിയിൽ കിട്ടും.
നമുക്ക് രണ്ട് കോട്ടിൽ എമർഷനിൽ നമുക്ക് ഈ ഡാർക്ക് ആയിട്ടുള്ള ഭിത്തി നമുക്ക് ഫുള്ളായിട്ട് മറച്ചു കളയാൻ പറ്റും. ഉപ്പുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതാണ്. ഉപ്പ് തള്ളിച്ച കുറയുന്നതിനും ചൂടുള്ള പ്രദേശങ്ങളുണ്ടാവും. ചൂടുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ്. നമുക്ക് ചൂടിന്റെ ഇത്ര ഡിഗ്രി നമുക്ക് കുറയ്ക്കാൻ കഴിയും. അത് തന്നെ മഴ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ നല്ലതാണ്. നമ്മുടെ വെള്ളത്തിന്റെ അംശം അകത്തേക്ക് വലിച്ചു കയറില്ല മഴയുള്ള കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൈമറാണ്. ഒരുമിക്ക ഓൾറൗണ്ടർ പെയിന്റുകളിലൊക്കെ നമ്മൾ ബേസ് കോട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബേസ് കോട്ടിൽ ഇത് ഉപയോഗിച്ച ശേഷം മാത്രമേ ടോപ്പ് കോട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. പഴയ പ്രതലത്തിലായാലും ബേസ് കോട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓൾറൗണ്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരായാലും ബേസ് കോട്ട് ഉപയോഗിച്ചിട്ട് മാത്രമേ ഓൾറൗണ്ടറോ മറ്റുള്ള പെയിന്റുകൾ ഉപയോഗിക്കുന്ന നല്ലത്. അടുത്തത് പുട്ടിയിലേക്ക് പോവുകയാണ്. പുട്ടി പോളിമർ പുട്ടിയാണ്. PU പുട്ടി എന്ന് പറഞ്ഞാൽ വാട്ടർ ബേസ് ആണ്. ഓൾറെഡി അത് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പക്ഷെ എല്ലാവരും പറയുന്നത് കാര്യമുണ്ട്, സാറേ നമ്മുടെ പുട്ടി ഭയങ്കര വില കൂടുതലല്ലേ എന്ന്. ഒരിക്കലുമില്ല. അപ്പൊ അതെന്താ സാറേ അത് പറയുന്നത്, നമ്മുടെ ഇത്ര വിലയുണ്ടല്ലോ എന്നുള്ളത് പറയുന്നത്. 1650 രൂപയാണ് നമ്മുടെ 20 കിലോ പുട്ടിക്ക് 1650 രൂപ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അത് വില കൂടുതലല്ല സാറേ, അത് ഏഷ്യൻ പെയിന്റ്സിന്റെ ബെർജറിനൊക്കെ 1200 രൂപ ഉള്ളൂ എന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്, വില കൂടുതലല്ല. അതിൻ്റെ അകത്ത് പോളിമർ പുട്ടി മാത്രമല്ല, ഇത് പോളിമർ പുട്ടി വിത്ത് ക്രാക്ക് സീലാണ്. ഏഷ്യൻ പെയിന്റ്സിന്റെ ക്രാക്ക് സീൽ മാത്രമായിട്ട് 2500 തൊട്ട് 3000 രൂപ വിലയുണ്ട്, ക്രാക്ക് സീൽ മാത്രം. അപ്പോ അതിനപേക്ഷിച്ച് ഞാൻ നോക്കൂ, 1650 രൂപ നമുക്ക് MRP വരുന്നുള്ളൂ. MRP അല്ല, DP പ്രൈസ് വരുന്നുള്ളൂ. അപ്പൊ നമുക്കത് ലാഭം തന്നെയാണ്. ക്രാക്ക് സീലാണ് ഏഷ്യൻ പെയിന്റ്സിന്റെ. ഓൾറെഡി ഞാൻ പറഞ്ഞു 2500 മേളിൽ വരുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സ്ക്വയർ ഫീറ്റ് മറ്റുള്ള പെയിന്റ്സിന്റെ പുട്ടിനെക്കായാലും കവറേജ് കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. 10 തൊട്ട് 20 കിട്ടുന്നുണ്ട്. 15 മേളിലേക്ക് നമുക്ക് കവറേജ് 1 കിലോ ഒന്ന് കിട്ടുന്നുണ്ട്. അപ്പോ മറ്റുള്ള പുട്ടികൾ നമ്മളെ പോളിമർ പുട്ടി എന്ന് പറഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞാൽ അത് പോളിമർ പുട്ടിയല്ല, അത് മറ്റുള്ള കമ്പനികളുടെ. അതിൻ്റെ അകത്ത് സിമെന്റ് പുട്ടിയും കൂടി മിക്സ് ചെയ്താ വരുന്നത്, രണ്ടും കൂടി മിക്സ് ചെയ്താ വരുന്നത്. എന്ന് പറഞ്ഞാൽ പെയിന്റർമാർക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് പണി തീർത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ആ പേരിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ പോളിമർ പുട്ടി എന്ന് പറഞ്ഞത്. ശരിക്കും അത് പോളിമർ പുട്ടിയല്ല. നമ്മുടെ പോളിമർ പുട്ടി നമ്മൾ ഇട്ട ശേഷം ഏകദേശം 3-4 മണിക്കൂറിനുള്ളിൽ അത് നാനോ കട്ട് ചെയ്തിട്ട് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് 180 സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ അത് സെറ്റായി പോകും. പിന്നെ നമ്മൾ സാൻഡ് മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യണം. ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂർ അതിനു വേണ്ടി കളയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 2 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ 3-4 മണിക്കൂറിനുള്ളിൽ നമ്മളത് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യണം. അത് മിക്സ് ചെയ്യേണ്ട രീതികളുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് കട്ടയായി പോകുന്നു. നമ്മുടെ അതിനകത്ത് കട്ടയായി പോകുന്നത് ഉപയോഗിക്കേണ്ട രീതി അറിയാത്തത് കൊണ്ടാണ്. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി വാട്ടർ ബേസ് ആണ്, അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് വരുന്ന പുട്ടിയാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടയായി പോകും. ഇത് ഓൾറെഡി പേസ്റ്റായി വരുന്നതുകൊണ്ട് ഇതിന്റെ ഒരു ലായനി അടിയിൽ ഊറിക്കിടക്കുന്നുണ്ടാവും. നമ്മൾ പുട്ടി മെഷീൻ ഉപയോഗിച്ചിട്ട് ആദ്യം മിക്സ് ചെയ്യുക, നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റോളം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തോരം ആവശ്യമാണോ അത് വേറെ ബക്കറ്റിലേക്ക് മാറ്റി വെച്ച ശേഷം ഇതിന്റെ ഉള്ളു നല്ല ക്ലീൻ ചെയ്ത് വെക്കണം. ഞാനത് ഉള്ളു ക്ലീൻ ചെയ്ത് വെക്കണ കാര്യം പറയണത്, ചില ആൾക്കാർ എടുത്തിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് പോകും. പിറ്റേ ദിവസം അത് തുറന്നു കഴിയുമ്പോൾ ഇതിന്റെ ആ സൈഡിലുള്ള മൊത്തം വേസ്റ്റ് ആയിട്ടുള്ളത് ഉണങ്ങിയിരിക്കുന്നുണ്ടാവും. ഇതെല്ലാം കൂടി അതിന്റെ ഉള്ളിലേക്ക് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ പിന്നെ ഭിത്തിയിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പാടുകൾ വരാൻ കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബക്കറ്റിന്റെ ഉള്ളിൽ നല്ലോണം മിക്സ് ചെയ്തിരിക്കണം. അപ്പൊ വേറെ എന്തോരോ നമുക്ക് ആവശ്യമുള്ള വേറെ ബക്കറ്റിലേക്ക് ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം വെള്ളം യൂസ് ചെയ്യരുത്, ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മരത്തിൽ അപ്ലൈ ചെയ്യാം, പ്ലൈവുഡിൽ അപ്ലൈ ചെയ്യാം. പുറത്തുനിന്നുള്ള ഏത് പുട്ടി മേടിച്ചാലും പോളിമർ പുട്ടി മേടിച്ചാലും ഭിത്തിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പ്ലൈവുഡിലോ മരത്തിലോ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നു പറഞ്ഞാൽ അതിന്റെ വെള്ളത്തിന്റെ അംശം അകത്തേക്ക് വലിച്ചു കയറും. അതുകൊണ്ട് ഭിത്തിയിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അത് തന്നെ മരത്തിലിട്ടാൽ വെള്ളത്തിന്റെ അംശം അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ മരം പൊളിഞ്ഞു പോവുകയും അല്ലെങ്കിൽ പ്ലൈവുഡ് പൊളിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പോളിമർ പുട്ടി ഭിത്തിയിൽ മാത്രമല്ല പ്ലൈവുഡിലും മരത്തിലും ഇടാൻ പറ്റും. അത് എക്കോ ഫ്രണ്ട്ലി ആണ്. അതുകൂടാണ്ട് നല്ല കവറേജ് ഉണ്ട്. മരത്തിലാണെങ്കിൽ
പ്ലൈവുഡിലാണെങ്കിൽ ഏകദേശം 20 തൊട്ട് 25 സ്ക്വയർ ഫീറ്റ് വരെയും കമ്പനി പറയുന്നത്. റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് നല്ല രീതിയിലുള്ള. ഓക്കെ, നമ്മൾ അടുത്തിലേക്ക് പോകുന്നു. അടുത്തത് ഗ്രേസ് ഇന്റീരിയൽ എമർഷൻ, മാറ്റ് ഫിനിഷിംഗ് ആണ്. കൂടുതൽ ഈട് നിൽക്കും. പ്ലാസ്റ്റിക് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ചിലവ് കൂർക്കാൻ ഏറ്റവും നല്ലൊരു പെയിന്റ് ആണ്. 40 തൊട്ട് 50% വരെ വെള്ളം ചേർക്കാം. ഏകദേശം 80 തൊട്ട് 90 വരെ ഉണ്ടോ, പക്ഷെ അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 100 വരെയും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുകയുണ്ടായി, ഇന്ന് ബ്രഷ് എടുത്തവൻ പെയിന്ററാണ്. ഇന്ന് ബ്രഷ് എടുത്തവൻ പെയിന്റ് ചെയ്യണതും 20 വർഷം 30 വർഷം പെയിന്റ് ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതാണ് ഞാൻ പറയണത്. 20 വർഷം പെയിന്റ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ 100 സ്ക്വയർ ഫീറ്റ് കിട്ടും. ഇന്ന് ബ്രഷ് എടുത്തവൻ ചെയ്യുമ്പോൾ ഏകദേശം 80 താഴെ കിട്ടുള്ളൂ. അപ്പൊ കവറേജ് കുറവാണെന്ന് ഒരിക്കലും ഒരാൾ പറയരുത്. ഓരോരുത്തരുടെ പെയിന്റിന്റെ ഗുണനിലവാരം, പെയിന്റിങ് ചെയ്യുന്ന ഗുണനിലവാരം പറഞ്ഞിട്ട് വേണം പറയാൻ. അതാണ്. ഇത് നമുക്ക് ട്രൈ ആണെങ്കിൽ ഏകദേശം 4 തൊട്ട് 6 മണിക്കൂർ വരെയും നമുക്കിത് ട്രൈ ആണ്. 2 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്, ലൈഫ് ഉണ്ട്. ഇത് സിമെന്റ് പ്രൈമർ ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നതാണ്. നിങ്ങൾ സിമെന്റ് പ്രൈമർ ഉപയോഗിച്ച് ഏകദേശം 4 മണിക്കൂർ തൊട്ട് അല്ലെങ്കിൽ 3, 4, 5 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ബേസ് കോട്ട്, ടോപ്പ് കോട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോട്ട് ഉപയോഗിക്കാൻ, ഗ്രേസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പ്രൈമർ അടിച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറിന് ശേഷം അടിക്കുമ്പോൾ ആ ഭിത്തിയില് തരിയുള്ള പാടുകളും കട്ടിയുള്ള പാടുകളും വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ 4 തൊട്ട് 6 മണിക്കൂർ വരെ നമ്മൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോട്ട് അടിക്കാൻ പാടുള്ളൂ, ടോപ്പ് കോട്ട് അടിക്കാൻ പാടുള്ളൂ. അപ്പോ ഇത് മിക്സ് ചെയ്യേണ്ട രീതികൾ ഞാൻ പറയുകയാണ്. ഏകദേശം 1 ലിറ്റർ പെയിന്റിൽ നമുക്ക് 1/2 ലിറ്റർ 400 to 500 മില്ലി വരെ വെള്ളം ചേർത്ത് നല്ല രീതിയിൽ പുട്ടി മെഷീൻ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യണം. പുട്ടി മെഷീൻ ഉപയോഗിക്കാൻ പറയുന്ന കാര്യം, ഇത് നല്ല പേസ്റ്റ് ആണ്. നമ്മുടെ ഒരു പെയിന്റ് പേസ്റ്റ് ടൈപ്പ് ആണ് നമ്മുടെ പെയിന്റ്. പണ്ടൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ ഏഷ്യൻ പെയിന്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര തിക്നെസ് ഉള്ള ഒരു പെയിന്റ് ആണ്. ഇപ്പൊ നമുക്ക് 20 ലിറ്റർ മേടിക്കുമ്പോൾ ഏകദേശം 21 വരെ കിട്ടുന്നുള്ളൂ. പണ്ടൊക്കെ 20 ലിറ്ററിന്റെ ക്യാൻ മേടിച്ചാൽ തന്നെ കിട്ടുന്നത് 27-28 ലിറ്റർ പെയിന്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പൊ അത് കിട്ടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പെയിന്റ് ഇത്തിരി തിക്നെസ് കൂടുതലായതുകൊണ്ട് പുട്ടി മെഷീൻ ഉപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം അത് എന്തോരോ നമുക്ക് ആവശ്യമാണോ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയ ശേഷം അതിനനുവാദമായിട്ടുള്ള വെള്ളം ചേർത്ത് നല്ല രീതിയിൽ പുട്ടി മെഷീൻ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യുക. നല്ല ഡയലൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഭിത്തിയിൽ ബബിൾസിന്റെ അംശങ്ങൾ ഉണ്ടാകില്ല, വേറെ കംപ്ലൈന്റ്സ് ഒന്നും ഉണ്ടാകില്ല. അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. പ്രീമിയം കാറ്റഗറിയാണ് നമുക്ക്. പ്രീമിയം ഇന്റീരിയൽ എമർഷൻ വൈബ്. അത് വീട്ടിൽ കൂടുതൽ നല്ല തിളക്കം കിട്ടും. സോഫ്റ്റ് ഷൈൻ എമർഷൻ ആണത്. നല്ല എന്താന്ന് പറയാ 40 തൊട്ട് 50% വരെ വെള്ളം ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. 4 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഏകദേശം 100 തൊട്ട് 110, 120 സ്ക്വയർ ഫീറ്റ് വരെയും കിട്ടും. ഹൈ ഷൈൻ ആണ്, നല്ല വാഷബിൾ ആണ്. അത് ഉപയോഗിക്കേണ്ടത് ബേസ് കോട്ട് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉപ്പുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ അവിടെ ബേസ് കോട്ട് ഉപയോഗിക്കുക. ബേസ് കോട്ട് ഉപയോഗിച്ചിട്ട് പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന പെയിന്റ് ഏതാണോ അത് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഓൾറൗണ്ടർ അപ്ലൈ ചെയ്യുക. നാനോ കട്ടിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഉള്ളിൽ ലെഡോ അല്ലെങ്കിൽ മെർക്കുറിയോ അമോണിയോ ചേർത്തിട്ടില്ല. അത് ചേർത്തിട്ടില്ലെന്ന് പറയാൻ കാര്യം, നമ്മൾ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാത്രി, ഇത് രാവിലെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി നമുക്ക് ആ റൂമിൽ കയറി കിടന്നുറങ്ങാൻ പറ്റും. മറ്റുള്ള പെയിന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ കയറാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ ഉള്ളിൽ സ്മെല്ലുണ്ടാവും. എന്നു പറഞ്ഞാൽ അത്ര കെമിക്കലാണ്. ഏകദേശം 70% വരെ കെമിക്കൽ ആഡിങ് ഉള്ള പെയിന്റുകളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്, സുലഭമായി കിട്ടുന്നത്. പക്ഷെ നമ്മുടെ പെയിന്റ് ഏകദേശം 60 തൊട്ട് 70 വരെ ജൈവ പ്രൊഡക്റ്റുകളാണ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ലെഡിന്റെ അംശം, മെർക്കുറിയുടെ അംശം, അമോണിയയുടെ ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തിലേക്ക് പോകുന്നു. ഇന്റീരിയൽ എമർഷൻ, ഇതൊരു നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പെയിന്റ് ആണ് കേട്ടോ. ഇത് മാറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് ഏകദേശം 40 തൊട്ട് 50% വരെ വെള്ളം ചേർക്കാം. ഏകദേശം 90 തൊട്ട് 100 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. സിമെന്റ് പ്രൈമർ
സിമെന്റ് പ്രൈമറിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു ഉപയോഗിക്കേണ്ട രീതികൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് ഞാൻ പറഞ്ഞു പുട്ടി മെഷീൻ ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ ചെയ്യുക. അത് ഏകദേശം 400 തൊട്ട് 500 മില്ലി വരെ 1 ലിറ്റർ പെയിന്റിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കേണ്ട രീതി, മിക്സ് ചെയ്യേണ്ട രീതി ഞാൻ ആദ്യമേ നേരത്തെ പ്രീമിയം കാറ്റഗറിയിൽ ഞാൻ പറഞ്ഞതാണ്. ഇത് ഇന്റീരിയൽ ഉപയോഗിക്കേണ്ടത് ഇന്റീരിയൽ മാത്രമേ ഉപയോഗിക്കുക. എക്സ്റ്റീരിയൽ ഉപയോഗിക്കണമെങ്കിൽ എക്സ്റ്റീരിയൽ മാത്രം ഉപയോഗിക്കുക. അങ്ങനെ പറയാൻ കാരണം എല്ലാ പെയിന്റുകൾക്കും അതിൻ്റെതായ ചെറിയൊരു കെമിക്കൽ ആഡിങ്ങിൽ ഉണ്ടാവും. എല്ലാ പെയിന്റുകൾക്കും ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 30% വരെ കെമിക്കൽ ആഡിങ് ഉണ്ട്. ആ കെമിക്കൽ ആഡിങ്ങിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതലത്തിൽ ഈ പെയിന്റിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മഴയത്തും വെയിലത്തും ഇതെല്ലാം ഇളകി താഴത്തേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഇന്റീരിയൽ ഉപയോഗിക്കുന്നത് ഇന്റീരിയൽ ഉപയോഗിക്കുക, എക്സ്റ്റീരിയൽ ഉപയോഗിക്കേണ്ടത് എക്സ്റ്റീരിയൽ ഉപയോഗിക്കുക. എക്സ്റ്റീരിയൽ ഉപയോഗിക്കേണ്ടത് ഇന്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചെറിയ കെമിക്കൽ ആഡിങ് കൂടുതലായിരിക്കും. ഇത് ഇന്റീരിയൽ അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ ചില രീതിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്ക് ചില രീതിയിലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്റീരിയൽ ഉപയോഗിക്കേണ്ടത് ഇന്റീരിയൽ ഉപയോഗിക്കുക, എക്സ്റ്റീരിയൽ ഉപയോഗിക്കേണ്ടത് എക്സ്റ്റീരിയൽ ഉപയോഗിക്കുക. പ്രീമിയം ഇന്റീരിയൽ എക്സ്റ്റീരിയൽ ഇമർഷൻ അത് ഞാൻ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലും ഉപ്പുള്ള പ്രദേശങ്ങളിൽ ഞാൻ ഉപയോഗിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്റെ കൂട്ടുകാരൻ തന്നെ ഒരുപാടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജിബിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ പറവൂരുള്ളതാണ്. പുള്ളിക്കാരന് കൊടുത്തിട്ട് പറഞ്ഞത് കൊണ്ടുപോയപ്പോ എന്നോട് എന്താണ് വേണ്ട ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോളിമർ പുട്ടിയും കൊടുത്തു, നമ്മുടെ പ്രീമിയം എക്സ്റ്റീരിയലുമാണ് കൊടുത്തത്. അപ്പോ വേണ്ടാന്നുള്ള രീതിയിൽ മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ പൊട്ടിയിരുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തു. നമ്മുടെ പെയിന്റ് അടിക്കുന്ന രീതികളും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ പൊട്ടിയിട്ട ശേഷം പുള്ളിക്കാരൻ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പെയിന്റ് നമ്മുടെ ബേസ് കോട്ട് ഇതടിച്ചു. ബേസ് കോട്ട് അടിക്കുന്ന ടൈമിന്, വൺ കോട്ട് അടിക്കുന്ന ടൈമിന് അടിച്ച ശേഷം എന്നെ അപ്പൊ തന്നെ ആ നിമിഷം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞത്, സാറേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല സാറിനോട് ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞത്. ഇത് ഇത്ര നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രീമിയം കാറ്റഗറി പെടുന്ന പെയിന്റ് ഏഷ്യൻ പെയിന്റ്സിന്റെ അപെക്സ് വെതർ റൂഫിന് ഉപയോഗിക്കുന്നത്, മഴയത്തും വെയിലത്ത് അടിക്കുന്ന പെയിന്റ് ആ സെയിം കാറ്റഗറി പെടുന്ന നമ്മുടെ പെയിന്റ് ആണ്. പക്ഷെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ട് അവർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ശരിക്കും അപെക്സ് എന്ന് പറയുന്ന കാറ്റഗറി പെടുന്ന പെയിന്റ് ആണ് നമ്മുടെ. ഇത് ഉപ്പ് തള്ളിച്ച് വരുത്താനും അതുണ്ടാവില്ല. ഉപ്പ് തള്ളി വരുന്ന പ്രദേശങ്ങളെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ കൊടുത്ത ഉപ്പ് പ്രദേശങ്ങളിൽ ഓളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇത് പെയിന്റ് ചെയ്യാൻ കൊടുത്തത്. വരാപ്പുഴയിൽ അവിടെ പാടമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ അടിച്ചിട്ടാണ് എന്റെ ഈ പെയിന്റർ ജിബിൻ എന്ന് പറയുന്ന പെയിന്റർ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പൊ തന്നെ പുള്ളിക്കാരൻ ജോയിൻ ചെയ്തതാണ് എന്നോട് ചോദിച്ചിട്ട് എനിക്ക് ഇതിന്റെ മെമ്പർഷിപ്പ് വേണമെന്നും പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയ ശേഷം. അപ്പൊ ഉപ്പ് തള്ളിച്ചുണ്ടാവില്ല. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കാൻ നമുക്ക് പറ്റും. സോഫ്റ്റ് ഷൈൻ ആണ്, നല്ല രീതിയിൽ വാഷബിൾ ആണ്. വാഷബിൾ എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യണതിനും ഒരു പരിധി ഉണ്ട് കേട്ടോ. ചിലവര് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഉരച്ച് കഴുകിയൊക്കെ കഴിഞ്ഞാൽ അത് നമ്മുടെ പെയിന്റ് മാത്രമല്ല, അത് എല്ലാ പെയിന്റും പോകും. അത് ചെയ്യണതിന്റെ ഒരു രീതിയുണ്ട്. ചെയ്ത് സാധാരണ രീതിയിൽ ചെയ്യുക, സോഫ്റ്റ് ആയിട്ട് ചെയ്യുക. 4 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് പെയിന്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെയിം അപെക്സിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാരണ്ടി തന്നെ നമ്മുടെ കമ്പനി കൊടുക്കുന്നു. അധികം എന്താണെന്ന് പറഞ്ഞാൽ കെമിക്കൽ ആഡിങ് ഇല്ലാത്ത പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മുടെ അടുത്തേക്ക് പോകുന്നു. ഓൾറൗണ്ടർ ഇതൊരു വലിയൊരു സംഭവം ഉണ്ടാ. സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. എന്ന് പറഞ്ഞാല് നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം പേർക്കെന്നല്ല, ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തേക്കണ എല്ലാവരും പറയുന്നത് ശരിക്കും ആഡംബര പെയിന്റ് തന്നെയാണ്. നമ്മുടെ റോയൽ മാറ്റ് ഷൈനൊക്കെ ഉണ്ടല്ലോ, ആ കാറ്റഗറി പെടുന്നതാണ്. പക്ഷെ ആൾക്കാർക്ക് ഇത് അറിയാൻ പാടില്ല. അതെങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നും അറിയാൻ പാടില്ല. ഇത് ഇലാസ്റ്റോമെറിക് ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു പെയിന്റ് ആണ്. 400% ഫിലിം ടെക്നോളജി ഉള്ള ഒരു പെയിന്റ് ആണ്. ഹൈഗോളിക് പെയിന്റ് ആണത്. നല്ല ഫിനിഷിംഗ് ആണിത്. എക്കോ ഫ്രണ്ട്ലി ആണ്. വിഷരഹിതം ആണ്. ഇല്ല, അഗ്നിസുരക്ഷ 6 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് ഇത്.
110 തൊട്ട് 130 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ഉപയോഗിക്കാം. ഇത് വാഷബിൾ ആണ്. അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു ഫിലിമാണ്. ഇതിന്റെ ഒരു ഫിലിം നമ്മൾ കട്ട് ചെയ്ത് ഉണക്കി പേസ്റ്റ് ചെയ്തിട്ടൊരു സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഞാനത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് എന്തായാലും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അവസാനം ഞാനിത് കാണിച്ചു തരാം. അതിന്റെ ഒരു സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ പെയിന്റ് വെയിൽ കാലത്ത് വലിയുകയും തണുപ്പ് കാലമാകുമ്പോൾ, തണുപ്പ് കാലം എന്ന് പറഞ്ഞാൽ മഴ സമയം അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ഇത് എങ്ങനെയാണോ ഇരുന്നേച്ചത് അതേ രീതിയിൽ വരികയും ചെയ്യുന്നു. അത് ഇലസ്ട്രോമെറിക് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ മറ്റുള്ള പെയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മറ്റുള്ള നിങ്ങൾ ഏത് പെയിന്റ് ഉപയോഗിച്ചാലും അത് വെയിൽ കാലത്ത് വലിയുകയും ചെയ്യും, തണുപ്പ് കാലത്താകുമ്പോൾ ചുരുങ്ങുകയും ചെയ്യും. പക്ഷെ ഈ വെയിൽ കാലത്ത് വലിയുന്ന ടൈമിന് ആ ഗ്യാപ്പില് ആ പൊട്ടലുകൾ അവിടെ തന്നെ നിൽക്കണ്ടാവും. ചുരുങ്ങുന്ന ടൈമിന് ചുരുങ്ങും, പക്ഷെ ആ ഗ്യാപ്പിലൂടെ വെള്ളത്തിന്റെ അംശം ഭിത്തിയിലേക്ക് കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോ അതുകൊണ്ട് അവിടെ ബാക്ടീരിയകൾ ഉണ്ടാവും, പച്ചപ്പായൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെള്ളം അകത്തത്തെ ഭിത്തിയിലേക്ക് കയറിയിട്ട് അതിന്റെ അപ്പുറത്ത് ഇന്റീരിയലായിട്ട് വെള്ളത്തിന്റെ അംശം ചെല്ലാൻ ചാൻസ് കൂടുതലാണ്. ഇന്റീരിയൽ മോശമായി തീരും. അപ്പോ റോയൽ മാറ്റ് കാറ്റഗറി പെടുന്ന ഏറ്റവും നല്ല പെയിന്റ് തന്നെ പറയാം. ഏറ്റവും നല്ല പെയിന്റ്. വില സെയിം തന്നെയാണ് വിലകൾ തമ്മിലുള്ളത്. നമുക്ക് ഇതിന്റെ അകത്ത് DP പ്രൈസ് നിന്ന് കിട്ടുന്നതും വില തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല വോളിയം ഉണ്ട്. ഏകദേശം എല്ലാ പെയിന്റുകൾക്കും, ഈ കാറ്റഗറി പെടുന്ന പെയിന്റുകൾക്ക് വിലയുടെ പകുതി ശതമാനം 50% ബിസിനസ് വോളിയം. അപ്പോ നമ്മൾ ഒരു പെയിന്റ് പുറത്തുനിന്ന് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ MRP മേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 500 രൂപ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഒരു 500 രൂപ കുറച്ച് തരും. പക്ഷെ നമ്മുടെ ഈ പെയിന്റ് മേടിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു 2500 രൂപ തന്നെ ഡിഫറൻറ്റ് ഉണ്ട് പുറത്തുള്ള പെയിന്റുകൾ, റോയൽ മാറ്റ്, ലൈഫ് ലോങ് ബർജർ, ഈ പെയിന്റുകളൊക്കെ തമ്മിൽ. അതുകൂടാണ്ട് 50% നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കമ്മീഷനായിട്ട് കിട്ടും, ബിസിനസ് വോളിയത്തിന്റെ 50%. അപ്പോ എല്ലാവരും ഈ പെയിന്റ് പ്രൊമോട്ട് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വൈപ്പിങ്കരയിൽ തന്നെ നല്ലത് കിട്ടിയിട്ടുണ്ട്. എന്റെ നാട്ടിൽ തന്നെ ഞാൻ കൂടുതൽ ഇതെല്ലാം പരീക്ഷിക്കുന്നത് ഉപ്പുള്ള പ്രദേശങ്ങളാണ്. ചൂടുള്ള സ്ഥലങ്ങളുണ്ട്, മഴയുള്ള കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ പെയിന്റിന് പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ നമ്മൾ പരീക്ഷിക്കേണ്ടത് ഉപ്പുള്ള പ്രദേശങ്ങളിലാണ്. തള്ളിച്ച കൂടുതലായിരിക്കും ഉപ്പുള്ള പ്രദേശങ്ങൾ, കടലോര പ്രദേശങ്ങളിൽ. അപ്പോൾ നമ്മൾ ബേസ് കോട്ട് അപ്ലൈ ചെയ്യുക. ടോപ്പ് കോട്ട് ഉപയോഗിക്കുന്നതിന് നല്ലത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ബേസ് കോട്ട്, പ്രീമിയം ബേസ് കോട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് കോട്ട് ഓൾറൗണ്ടർ അപ്ലൈ ചെയ്യുക. അതൊരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡ്രൈ ആയ ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. MTL ഷൈൻ. ഇത് വാട്ടർ ബേസ്ഡ് ആണ് കേട്ടോ. നല്ല റിസൾട്ടാണ് ചെയ്തേക്കണത്. ഒരാള് നമ്മളോട് പറഞ്ഞാണ് നല്ല പ്രതലത്തിന് നല്ല തിളക്കം കിട്ടുമെന്ന് പറയുന്നത്. ഏകദേശം 100 തൊട്ട് 110 സ്ക്വയർ ഫീറ്റ് വരെ കിട്ടും. ഇത് ഏറ്റവും കൂടുതൽ പെയിന്റർമാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് എന്ന് പറഞ്ഞാൽ ടെസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒരുമിക്ക ആൾക്കാർക്കും അറിയാൻ പാടില്ലായിരിക്കും, ചിലവർക്ക് അറിയാം, കുറെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. വീടിന്റെ ഭിത്തികളിൽ ഡിസൈൻ ചെയ്യും ആൾക്കാർ. പെയിന്റ് പുട്ടി വെച്ച് ഡിസൈൻ ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ള സിമെന്റ് വെച്ചൊക്കെ ഡിസൈൻ ചെയ്യും. അതിന് നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. അതിന് നമുക്കുള്ള അതിന്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഗോൾഡ് ആണ്, സിൽവർ ആണ്. ഇത് ഡിസൈൻ ചെയ്യാൻ നല്ലതാണ്. അത് തന്നെ ഭിത്തികളിലും ആൾക്കാർക്ക് ഉപയോഗിക്കാം. പ്രതിമകൾ നല്ല രീതിയിൽ കൊത്തുപണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടികപ്പണി ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ഒരു പെയിന്റ് ആണ് ഇത്. വാട്ടർ ബേസ് ആണ്, നല്ല റിസൾട്ട് ആണ്, നല്ല സ്ക്വയർ ഫീറ്റും ഉണ്ട്. ഓക്കെ, അടുത്തതായി ടിൻറ്റിംഗ് മെഷീൻ. ഒരുപാട് ആൾക്കാർ ടിൻറ്റിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് കേരളത്തിൽ തന്നെ ഉണ്ട്. ഏകദേശം എന്റെ അറിവില്, മോദി സാറൊക്കെ പറഞ്ഞുള്ള അറിവില് ഏകദേശം 20 മേളില് ടിൻറ്റിംഗ് മെഷീൻ ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ പുതിയത് വന്ന ആൾക്കാരുണ്ട് ഒരുപാട്. കഴിഞ്ഞ ദിവസം തന്നെ 3-4 പേർക്ക് വന്നിട്ടുണ്ട്. ആലുവയിലാണെങ്കിൽ പൈസാറിന്, കോഴിക്കോട് ഭാസ്കരൻ സാറിന്, അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് പുതിയതായിട്ട് ടിൻറ്റിംഗ് മെഷീൻ വന്നിട്ടുണ്ട്. എത്ര പേര് ഇപ്പൊ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. എന്റെ അറിവിൽ ഒരു 20 പേർക്ക് മേളിലുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് വേണ്ടിയുള്ളതെന്ന് പറയാൻ കാരണം
ചില ആൾക്കാർ ഇതിന്റെ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മിക്കവർക്കും ടിൻഡിങ് മെഷീനെ കുറിച്ച് യൂസ് ചെയ്യണം എങ്ങനെയാണെന്നും ഒരു കസ്റ്റമർ വന്നാൽ അത് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യണമെന്നും അറിയാൻ പാടില്ല. ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. ഒരു മിക്ക ആൾക്കാരും എന്ന് പറഞ്ഞാൽ ബേസ് 1, ബേസ് 2, ബേസ് 13, ബേസ് 20, 21, 17, 10 ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറി ഉണ്ട് ബേസ്. ഇത് എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. ബേസ് 1 വൈറ്റ് ബേസ് അല്ലെങ്കിൽ ബേസ് വൈറ്റ്, ഇത് വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ, വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് സ്റ്റെയിനറോ മറ്റു കളറോ ആഡ് ചെയ്യാൻ പാടില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിന്റ് കംപ്ലൈന്റ് ആയി തീരും. അത് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആ പെയിന്റ് ഉപേക്ഷിക്കുക തന്നെ നല്ലത്. അപ്പോ കസ്റ്റമർ അതിൻ്റെ അകത്ത് ഐഡിയ ഉള്ള ആൾക്കാർ ഇത് കേട്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വൈറ്റ് മാത്രം ആവശ്യമുണ്ടെങ്കിൽ ബേസ് 1, ബേസ് വൈറ്റ് ഇത് മാത്രമേ ചോദിച്ച് കടകളിൽ ചെന്ന് അല്ലെങ്കിൽ ടിൻഡിങ് മെഷീനുള്ള ഷോപ്പുകളിൽ ചോദിക്കാൻ പാടുള്ളൂ. ചിലപ്പോ അവിടെ ഇരിക്കുന്ന ആൾക്ക് അറിയാൻ പാടില്ലായിരിക്കും. ബേസ് 2 ഇതൊക്കെ കളറിൽ ആഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചായിരുന്നു. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഒരു 20 ലിറ്ററിന്റെ പെയിന്റ് മേടിച്ചു, ഞാൻ വൈറ്റ് കളറാണ്. ഞാനത് പറഞ്ഞു മേടിച്ചു, ഞാൻ കടയിൽ നിന്ന് കൊണ്ടുപോയി വെച്ചു. ഞാൻ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോ അതൊരു നീല കളർ കൂട്ടുണ്ട്, ലൈറ്റ് നീല. അപ്പൊ ഞാൻ പെയിന്ററിനെ വിളിച്ചു ചോദിച്ചു. പെയിന്റർ നല്ലോണം മിക്സ് ചെയ്തു. അപ്പൊ ആ ലൈറ്റ് കളർ ഒന്നും കൂടി ചെറിയ രീതിയിൽ ലൈറ്റായി. അപ്പൊ പെയിന്റർ പറഞ്ഞെന്തെന്ന് പറഞ്ഞാൽ, പെയിന്റർക്ക് അറിയാൻ പാടില്ല, നമ്മുടെ തുളസി പെയിന്റ് ഉപയോഗിച്ചുള്ള പെയിന്റർ അല്ല, വേറെ പെയിന്ററാണ്. പെയിന്റർ പറഞ്ഞു, സാറേ അതിൻ്റെ അകത്ത് സ്റ്റെയിനർ ഒഴിക്കാൻ പറഞ്ഞു, വൈറ്റ് സ്റ്റെയിനർ ഉപയോഗിക്കാൻ പറഞ്ഞു. സ്റ്റെയിനർ ഉപയോഗിച്ചു. സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് സ്ഥിതി അത് തന്നെ. ലൈറ്റ് കളറ് വേറെ എന്തോ ബ്ലൂവിന്റെ തന്നെ എന്തോ ഒരു മിക്സും കൂടി ചെയ്തു. അപ്പോഴും നേരത്തെ എങ്ങനെയെന്ന് വെച്ചത് സെയിം തന്നെ. അതിന് അടിച്ചു നോക്കി കഴിഞ്ഞപ്പോ അതിന് മങ്ങിക്കിടക്കുന്നു, അതുകൂടാണ്ട് ഷൈനിങ് ഒന്നുമില്ല. എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, സാറേ അതിന്റെ അടിയിൽ MRPയുടെ തൊട്ടു മേളിൽ അതിൻ്റെ അത് ബേസുകൾ ഇതിലുണ്ടാവും, സാറ് ഏത് ബേസാണ് മേടിച്ചെന്ന് നോക്കുന്നു. അപ്പൊ സംഭവം നോക്കി കഴിഞ്ഞപ്പോ ബേസ് 2 ആണ് മേടിച്ചത്. ബേസ് 2 ഈ ലൈറ്റ് കളർ ബ്ലൂ ആണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് ആ പെയിന്റ് ആണത്. അത് മേടിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. എന്ത് ചെയ്താലും അത് വൈറ്റ് കളർ കിട്ടില്ല, 100% ഉറപ്പാണ്. അത് കളർ മിക്സിങ്ങിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്തത് നമ്മൾ ടിൻഡിങ് മെഷീൻ ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. അത് റീഫില്ല് ചെയ്യുന്ന ചില കടക്കാർക്ക് ടെക്നീഷ്യൻ രമേശ് സാറ് ഒരുമിക്ക കടകളിലും എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ രമേശ് സാറ് ടെക്നീഷ്യൻ രമേശ് സാറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് ഞങ്ങൾക്കും കാണിച്ചു തന്നത്, ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു, കാണിച്ചു തന്നായിരുന്നു. പക്ഷെ ഒരുമിക്ക ആൾക്കാർക്ക് അറിയാം, ചിലവർക്ക് അറിയാൻ പാടില്ലാത്തുണ്ടാവും ഈ കൂട്ടത്തില്. പക്ഷെ അവർക്ക് വേണ്ടി പറഞ്ഞു തന്നെയാണ്, റീഫില്ല് ചെയ്യുമ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് റീഫില്ല് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പെയിന്റ് കളർ ചെയ്യുമ്പോൾ ഈ ഒരു കളറിന്റെ ഇല്ലെങ്കിൽ അതിന് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കളർ ഇല്ലെങ്കിൽ ആ പെയിന്റ് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടില്ല. അത് ഇപ്പൊ ആ സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ തന്നെ ആയാലും, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അവിടെ നമ്മുടെ വൈപ്പിൻ പ്രദേശത്ത് സുരേന്ദ്രൻ സാറിന്റെ കട ഇത് ടിൻഡിങ് മെഷീൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ 9 എന്ന് പറയുന്ന നമ്പർ, നമുക്ക് ആകെ ടിൻഡിങ് മെഷീനിൽ ഉപയോഗിക്കുന്ന 15 കളറുകളാണ്, പല പല കളറുകളുണ്ട്, വില കൂടുതലാണ് ആ പെയിന്റ്. അപ്പോ അതിനകത്ത് 9 നമ്പറിൽ പെടുന്ന 9 ബോട്ടിൽ ഉപയോഗിക്കുന്ന ഗ്രീൻ എന്ന കളർ ഉണ്ട്. ആ കളറിൽ കട്ടി കൂടുതലായിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി അടിച്ചപ്പോ ചെറിയ രീതിയിലുള്ള കട്ടിയാണ്, ലൂസ് ആയിരുന്നില്ല. ചെറിയ രീതിയിൽ കട്ടി ഉണ്ടെങ്കിൽ പോലും ഈ ഡപ്പക്കകത്ത് ഒഴിക്കാൻ പാടില്ല. അതൊന്നില്ലെങ്കിൽ അരിച്ച ശേഷം മാത്രമേ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോ അത് കട്ടി ഉള്ളത് കൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോ ഈ 9 ഒഴിച്ചില്ലെങ്കിൽ എല്ലാ കളറിലും ഈ 15 കളറും മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ഒരു മില്ലി ആയാലും 2 മില്ലി ആയാലും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റീഫില്ല് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പൊ തന്നെ ഇല്ലാഞ്ഞത് കൊണ്ട് ഞങ്ങള് രമേശ് സാറ് പറഞ്ഞു, നമ്മുടെ ഏഷ്യൻ പെയിന്റ്സിന്റെ സെയിം കളറാണ് നമുക്ക് ടിൻഡിങ് മെഷീനിൽ ഉപയോഗിക്കുന്ന ടിൻഡിങ് കളർ ഉണ്ട്, ടിൻഡിങ് കളർ. അപ്പോ അത് മാത്രമേ ടിൻഡിങ് കളർ മാത്രമേ ടിൻഡിങ് മെഷീനിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ.
വേറെ ഒരു കളറും അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതിനുവേണ്ടി സെപ്പറേറ്റ് കളറുകളുണ്ട് ഓരോ കടകളിലും. ഏഷ്യൻ പെയിന്റ്സിന്റെ കടകളിലും ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന. ഞാൻ പറഞ്ഞു ഏഷ്യൻ പെയിന്റ്സിന്റെ സെയിം കാറ്റലോഗ് തന്നെയാണ് നമ്മുടെ, ഒരു വ്യത്യാസമില്ല. അവർക്ക് എന്തോരം കളർ ഉണ്ട്, ആ കളറുകൾ തമ്മിൽ നമുക്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോ അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ രീതിയാണ് ഞാൻ പറഞ്ഞത്. അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഞങ്ങൾ ഏഷ്യൻ പെയിന്റ്സിന്റെ ഗ്രീൻ കളർ മേടിച്ച് ഉപയോഗിച്ചു. കറക്റ്റ് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഒരു ഉദ്ഘാടന ഇതായിരുന്നു, വെച്ചു ഉപയോഗിച്ചു. കളർ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു മിക്സ് ചെയ്തപ്പോ. അപ്പോ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മിക്ക ആൾക്കാർക്ക് നമുക്ക് ഓടിനടിക്കുന്ന പെയിന്റ് ടൈൽ ഗാർഡ് ഉണ്ടോ സാറേ എന്ന് ചോദിക്കാം. നമുക്കുണ്ട്, ടൈൽ ഗാർഡ് ഉണ്ട്. നമുക്ക് ഓൾറൗണ്ടറിൽ ചെയ്യാൻ പറ്റും. പ്രീമിയം എസ്റ്റീരിയൽ പെയിന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ കാറ്റലോഗ് കുറച്ച് നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ടൈൽ ഗാർഡ് എന്ന് പറഞ്ഞാൽ ഓടിനടിക്കുന്ന പെയിന്റ് നമുക്കുണ്ട്. 100% ആരെങ്കിലും ചോദിച്ചാൽ പറയുക നമ്മുടെ കയ്യിലുണ്ട്. അതിന് ഓൾറെഡി നമ്മുടെ ബുക്ക് വരുന്നുണ്ട്. ആ ബുക്കിൽ ഒരു പേജ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് കളർ നമ്പേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ആര് ചോദിച്ചാലും ഉണ്ടെന്ന് പറയാ. ഫ്ലോർ വരെ നമുക്ക് അടിക്കാൻ ഉപയോഗിക്കാം അത്. ഓക്കെ, നമ്മളെ അടുത്തേക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോളജ് എന്നെക്കാളും ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. എന്നാലും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെയാണ് പെയിന്റിനെ കുറിച്ചുള്ളത്. നമ്മള് ഒരു പഴയ ഒരു ഭിത്തി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പ്രയോഗിക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതികൾ ഒരുപാടുണ്ട്. എന്നു പറഞ്ഞാൽ ഫസ്റ്റ് ഔട്ടായോ? അവസാനം കേറിയിട്ടുണ്ടോ? ഹോസ്റ്റ് ആക്കാമോ? ചെറിയൊരു പ്രശ്നം വന്നു സാറേ, സോറി. അപ്പോ ഞാൻ പറഞ്ഞത് ഒരു പ്രതലം ചെയ്യേണ്ട രീതികൾ എന്താണെന്നുള്ളതാണ്. ചെയ്യേണ്ട പ്രതലം ചിലപ്പോ ഉപ്പുള്ള പ്രദേശമായിരിക്കാം, അല്ലെങ്കിൽ നല്ല ചൂട് കൂടുതലുള്ള പ്രദേശമായിരിക്കാം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് പഴയ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഭിത്തിയാണെങ്കിൽ ആ ഭിത്തിയില് നല്ല സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ എന്തെങ്കിലും അതെല്ലാം നല്ല ക്ലീൻ ചെയ്യുക. കറപ്പാടുകൾ, ഓയിലുകൾ, ഇതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലോണം 180 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലോണം ക്ലീൻ ചെയ്ത ശേഷം ബേസ് കോട്ട് അപ്ലൈ ചെയ്യുക. ബേസ് കോട്ട് ഒരു കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഡാർക്ക് ആയിട്ടുള്ള ഭിത്തി ഒന്നും കൂടി വൈറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഉറപ്പാണ്. നല്ല രീതിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ബേസ് കോട്ട് നല്ല രീതിയിൽ നല്ല വൈറ്റ്നെസ് ആണ്, വൈറ്റ് കളറാണ്, നല്ല കളറാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് കോട്ട് അത് വലിഞ്ഞ ശേഷം ഏകദേശം ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ ഫസ്റ്റ് കോട്ട് അടിക്കുക. ഫസ്റ്റ് കോട്ട് അടിച്ച ശേഷം സെക്കൻഡ് കോട്ട് അടിക്കുക. ഉറപ്പാണ് 4 കോട്ട് വരെ അടിച്ചിട്ട് ക്ലിയർ ആകാത്ത ഡാർക്ക് ഭിത്തി നമുക്ക് ഒരു കോട്ട് ബേസ് കോട്ടും വെച്ച് ചെയ്യാൻ പറ്റും. 2 കോട്ട് എക്സ്റ്റീരിയർ ആയാലും നമുക്ക് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഉപ്പ് തള്ളിച്ചുള്ള ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഓൾറൗണ്ടർ ഉപയോഗിക്കുമ്പോൾ ബേസ് കോട്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, ഉറപ്പായിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഭിത്തിയിൽ നിങ്ങൾ ചില പെയിന്റർമാർ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ല, എക്സ്പീരിയൻസ് ഉള്ള പെയിന്റർമാർ ഒരിക്കലും പറയില്ല പഴയ ഭിത്തി കൊണ്ട് ഡയറക്റ്റ് എമർഷൻ അടിക്കാൻ ഒരാളും പറയില്ല എക്സ്പീരിയൻസ് ഉള്ള. ഞാൻ പറഞ്ഞു ഇന്ന് ബ്രഷ് എടുത്തവൻ ചിലപ്പോൾ പറയും നിങ്ങൾ ഡയറക്റ്റ് എമർഷൻ കൊണ്ട് അടിച്ചു ഒന്നും വേറെ പെയിന്റ് ഒന്നും വേറെ പ്രൈമറോ ബേസ് കോട്ടോ ഒന്നും അടിക്കണ്ട, ഡയറക്റ്റ് എമർഷൻ അടിച്ചാൽ മതി. പക്ഷെ അത് തെറ്റായ പ്രവണതയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പഴയ ഒരു ഭിത്തിയാണെങ്കിൽ ആ ഭിത്തിയിൽ നിങ്ങൾ എപ്പോഴും പെയിന്റ് ചെയ്യുമ്പോൾ ആ ഭിത്തി നല്ലോണം ക്ലീൻ ചെയ്ത ശേഷം ബേസ് കോട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഓൾറൗണ്ടറോ ഇന്റീരിയലോ അല്ലെങ്കിൽ എക്സ്റ്റീരിയലോ അടിക്കാനുള്ളത് അടിക്കുക. ബേസ് കോട്ട് മസ്റ്റ് ആണ്. ബേസ് കോട്ട് അടിച്ചില്ലെങ്കിൽ ഉറപ്പാണ് ആ പഴയ ഭിത്തിയിൽ ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതെല്ലാം പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ കംപ്ലൈന്റോ അതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ബേസ് കോട്ട് അടിക്കാൻ പറയുന്നത് വേറെ ഒന്നല്ല, അതിൻ്റെ അകത്തുള്ള സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ അത് അടഞ്ഞു പോകുകയും വെള്ളം കയറാത്ത, പുറത്തുനിന്ന് വെള്ളം വന്നാൽ അകത്തേക്ക് കയറ്റില്ല. ഓൾറൗണ്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞു, വെള്ളം അകത്തേക്ക് കയറ്റാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പെയിന്റ്. അപ്പോ
അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇത് ആൾക്കാർക്ക് അറിയാൻ പാടില്ല, എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നും അത് ചെയ്യേണ്ട രീതി എന്താണെന്നും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു എല്ലാവരും ഉപയോഗിക്കണ്ടെങ്കിൽ പെയിന്റ് ഉപയോഗിച്ചാൽ എല്ലാവരും അത് മിക്സ് ചെയ്യേണ്ട രീതിയിലിരിക്കും. സുമിത് സാർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, മിക്സ് ചെയ്യേണ്ട രീതി എന്താണോ ആ രീതി നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നല്ല റിസൾട്ട് കിട്ടും. മിക്സിങ് നമ്മൾ വടി വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ പ്രോഡക്റ്റ് നല്ല രീതിയിൽ കിട്ടില്ല. പുട്ടി മെഷീൻ ഉപയോഗിക്കൂ, കട്ടിയായ പെയിന്റ് ആയതുകൊണ്ട് ഞാൻ പറയണത് പുട്ടി മെഷീൻ ഉപയോഗിക്കാൻ പറയണത്. എന്റെ മാത്രം വീഡിയോയിലെല്ലാം മാത്രമല്ല, കൃഷ്ണകുമാർ സാറിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, അത് തന്നെ മജീദ് സാറിന്റെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട രീതികൾ. ഞാൻ വാൾപ്പൊട്ടിയുടെ കാര്യം ഞാൻ നേരത്തെ ഒരു കാര്യം കൂടി പറയാണ്ടായിരുന്നു. വാൾപ്പൊട്ടി പൊട്ടിയിടുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ പ്രൈമർ അടിച്ചിട്ട് പൊട്ടിയിടുക, അല്ലെങ്കിൽ പൊട്ടിയിട്ടിട്ട് പ്രൈമർ അടിക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൊട്ടിയിട പ്രൈമർ അടിച്ചില്ലെങ്കിൽ സിമെന്റ് പ്രതലത്തിൽ നിന്നുള്ള മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോ ഏറ്റവും ഉചിതം പ്രൈമർ അടിച്ചിട്ട് പൊട്ടിയിടണമായിരിക്കും നല്ലത്. എന്നിട്ട് ഡയറക്റ്റ് നമുക്ക് എമർഷൻ അടിക്കാൻ പറ്റും. അപ്പൊ ജയാർസിയം, ഗുഡാർസിയം എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഈ നമ്മുടെ പ്രൊഡക്റ്റ് തുളസി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു ഓളിയം എല്ലാവർക്കും ഓരോ പിൻ ലെവലിലേക്ക് കയറാൻ വേണ്ടി നല്ല സുവർണ ഒരു അവസരമാണ് തുളസി എന്ന് പറയുന്ന പെയിന്റ്. എല്ലാവർക്കും നല്ല അച്ചീവ്മെന്റ് ഉണ്ടാകും. ഇനി അടുത്ത സെഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി നോബൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ജയാർസിയം, ഗുഡാർസിയം. താങ്ക് യു രതീഷ് സാർ, വളരെ സന്തോഷം. ഇപ്പോ ഒത്തിരി ആളുകൾക്ക് ഒത്തിരി സംശയം ഉണ്ടാവും, പേടിക്കണ്ട കേട്ടോ, ഒന്നും ആയിട്ടില്ല, അടിയൊന്നും ആയിട്ടില്ല, വടിവെട്ടാൻ പോയിട്ടുള്ളൂ. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുണ്ടാവും. ഇതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും പല ടേംസും നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കും അറിയത്തില്ലാത്തതാണ്, ആദ്യം കേട്ടിട്ടുള്ളതാണ്. എന്താണ് മാറ്റ്, എന്താണ് ഗ്ലോസി, ഇത് പുട്ടി എവിടെ ഉപയോഗിക്കണം, പ്രൈമർ എവിടെ ഉപയോഗിക്കണം, അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ പെയിന്റിങ്ങുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അപരിചിതരായ ആളുകളിലേക്ക് ഈ ഉൽപ്പന്നം എത്തുമ്പോൾ ഒത്തിരി സംശയങ്ങൾ ഉണ്ടാകും. അതിൽ സുമിത് സാർ പറഞ്ഞതാണ്, ഒരു 6 മാസം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനറിയാവുന്ന ആളുകൾ പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ, അറിവുള്ള ആളുകൾ ഇടപെടുമ്പോൾ താനെ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാവും. കാരണം 23 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ തുളസി പെയിന്റ് കമ്പനി. അതിൽ ഈ ഉൽപ്പന്നങ്ങൾ ആർസിഎമ്മിൽ വരണമെങ്കിൽ അതിന് വേണ്ട യോഗ്യത എന്താണെന്ന് ഒരു ആർസിഎം ഡയറക്ടർ മനസ്സിലാക്കണം. ആർസിഎമ്മിലുള്ള ഏത് ഉൽപ്പന്നമാണെങ്കിലും അതിന് അങ്ങനെ ഒരു സ്വീകാര്യത, ആർസിഎമ്മിന്റെ ഒരു എംബ്ലം, ആർസിഎമ്മിന്റെ ലോഗോ അതിൽ പതിയണമെങ്കിൽ അതിനുവേണ്ട ബേസിക് റിക്വയർമെന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ധാരണ ഉണ്ടാവണം, ആ വിശ്വാസം നമുക്കുണ്ടാവണം. അതുകൊണ്ട് മാത്രമാണ് തുളസി പെയിന്റ് ആർസിഎമ്മിൽ വരാനിടയായത്. എന്താണ് അതിന്റെ പ്രത്യേകത? ഗുണനിലവാരത്തിൽ ടോപ്പായിരിക്കും, ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നം, അതാണ് TCG പറയുന്നത്, വേൾഡ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആൻഡ് ഇൻ ചലഞ്ചിങ് പ്രൈസ്. ഈ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം. ഒരു മിനിറ്റ്, ഹലോ സാർ, ഒരു മിനിറ്റ്. ഞാനേ ഒരു കാര്യം ഞാൻ ലാസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞതാണ്. നമ്മുടെ ഓൾറൗണ്ടറിന് ഒരു ഫിലിം നമ്മുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞില്ലേ? ഓക്കെ സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഓൾറൗണ്ടർ ഫിലിം ഞാൻ അവസാനം കാണിക്കാന്ന് പറഞ്ഞു, പക്ഷെ ഞാനത് വിട്ടുപോയി സംസാരത്തില്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓൾറൗണ്ടർ ഒരു ടെക്നോളജി, ഇലാസ്റ്റോമെറിക് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പെയിന്റ് ആണെന്ന് പറയുന്നത് ഞാൻ ഇതുകൊണ്ടാണ്. അതിന്റെ ഒരു മോഡലാണ്, ഒരു പേസ്റ്റ് നമ്മൾ ഉണക്കിയിട്ട് ഒരു ഫിലിം മോഡൽ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ചൂടുകാലത്ത് അത് വലിഞ്ഞു പോവുകയും, ചൂടുകാലത്ത് വലിയും, അത് തണുപ്പ് കാലത്ത് മഴക്കാലത്ത് അത് വലിഞ്ഞ് മേളിലേക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഇരുന്ന് വെച്ചത് ആ രീതിയിലേക്ക് വരികയും ചെയ്യും. ഞാൻ അവസാനം കാണിക്കാന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അത് സോറി ഞാൻ മറന്നുപോയി. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഇതാണ് ഇലാസ്റ്റോവിന്റെ ഒരു ടെക്നോളജിയാണത്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. അതായത് ഓൾറൗണ്ടറിന്റെ പ്രത്യേകത എന്താണെന്നാണ് രതീഷ് സാർ കാണിച്ചത്. അതായത് ഇലാസ്റ്റോമെറിക് ടെക്നോളജി എന്ന് പറയുമ്പോൾ പെയിന്റ് ചെയ്യുന്ന പ്രതലം തണുപ്പും ചൂടും അടിക്കുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റം സാധാരണഗതിയിൽ വളരെ ക്ലോസ് ആയിട്ട്, അതായത് ഒരു മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അതിനെ
സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഓറഞ്ച് പീലിംഗ് എഫക്റ്റ് എന്നോ മറ്റോ പറയും. അതായത് ഓറഞ്ചിന്റെ തൊലി പോലെ ഇരിക്കും, ചെറിയ ചെറിയ ക്രാക്കുകൾ മൈന്യൂട്ടായിട്ട്. അതാണ് അതിന്റെ ഫിനിഷിങ് ഗ്ലോസി ഒക്കെ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത്. ഇത് കാരണം നമുക്കറിയാം, ചൂട് കാലത്ത് പ്രതലം വികസിക്കും ഏതാണെങ്കിലും, തണുപ്പ് കാലത്ത് അത് ചുരുങ്ങും. എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ചൂട് കാലത്ത് പ്രതലം വികസിക്കും, അതുകൊണ്ട് ആ ക്രാക്ക് വരില്ല. തണുപ്പ് കാലത്ത് അത് അങ്ങനെ ചുരുങ്ങും, അതുകൊണ്ട് പ്രതലത്തിൽ ക്രാക്ക് വരില്ല. അതുകൊണ്ട് ആ ഫിനിഷിങ് അങ്ങനെ തന്നെ നിൽക്കും. ആ തിളക്കം, ഗ്ലോസി എന്ന് പറയുന്നത്, ആ തിളക്കം അങ്ങനെ തന്നെ നിലനിൽക്കും. അതാണ് പറഞ്ഞത്. താങ്ക് യു രതീഷ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒത്തിരി കാര്യം നമുക്ക് കേൾക്കാനുണ്ട്. ഒരിക്കലും സംശയം, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കമ്പനിയുടെ ഭാഗത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കിട്ടും. ഇതിലെ എക്സ്പെർട്ട് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോഴുള്ള നേട്ടങ്ങൾ എന്താണ്, ഇതൊക്കെ നമുക്ക് പ്രായോഗികമാക്കി പറഞ്ഞു തരാനുള്ള ട്രെയിനർമാർ വരും. ഇവിടുത്തെ ഈ സാഹചര്യം ഒന്ന് മാറിയാൽ മാത്രമേ അതിന് പറ്റുള്ളൂ. ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും തന്നെ നിയന്ത്രണ വിധേയമായെങ്കിലും കേരളത്തിൽ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കാര്യങ്ങൾ. അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, ഫിസിക്കലായിട്ട് ആളുകളെ ട്രെയിനർമാരൊക്കെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സെഷൻ എപ്പോൾ സംഘടിപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. സോറി. അപ്പോൾ അതിലേക്ക് നമ്മൾ വരും. അപ്പൊ ഇന്നത്തെ ഇനി അടുത്ത ഒരു സെഷൻ എന്ന് പറയുന്നത് ഒരല്പം സമയം ദീർഘിപ്പിച്ചു പോയി എനിക്ക് തോന്നുന്നു. എന്നാലും ശരി, ഇന്നത്തെ പ്രോഗ്രാമിൽ ഒരു RCM ഡയറക്ഷൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ സെഷനാണ്. കാരണം പെയിന്റ് ഉപയോഗിക്കുന്ന ആളുകൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അവർക്ക് ഡയറക്ഷൻ കൊടുക്കണം, അതിനെക്കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങളൊക്കെ. ഇത് പെയിന്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഗുണമാണ്. എന്നാൽ പെയിന്റ് ചെയ്യുന്നവർക്കും ചെയ്യിപ്പിക്കുന്നവർക്കും ഗുണമുള്ള എന്തിനു വേണ്ടി തുളസി പെയിന്റ് ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇനി നമുക്ക് നോബിൾ സാർ പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ രമ്യ മാഡം തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാവരുടെയും ജീവിതത്തിന്, വീടിന് നിറം കൊടുക്കുന്ന പെയിന്റർമാരുടെ ജീവിതത്തിന് ആര് നിറം കൊടുക്കും? ആ ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് തുളസി പെയിന്റ് RCMായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നം ചലഞ്ചിങ് പ്രൈസിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ RCMൽ വരൂ എന്നുള്ളത് ഓരോ പ്രൊഡക്റ്റും നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം നമുക്കറിയത്തില്ല ചില പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാവുന്ന ഏത് പ്രൊഡക്റ്റും നമ്മൾ നോക്കൂ, ഉപ്പ് മുതൽ RCM ആ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. കാരണം ഏകദേശം 10 ടൺ ഉപ്പാണ് ബിലുവാരിൽ നിന്ന് തൃശ്ശൂർ ഡിപ്പോയിലേക്ക് വരുന്നത്. അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം നമ്മൾ കണക്കാക്കിയാൽ അതിന് വരുന്ന ചെലവ് ഉപ്പ് വിറ്റാൽ കിട്ടില്ല. അത്രയും ക്വാളിറ്റിയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിഷ്കർഷയുള്ളതാണ് RCM എന്ന് പറയുന്ന പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് തുളസി പെയിന്റ് RCMായിട്ട് അസോസിയേറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് RCM ഡയറക്ഷൻ എന്ന നിലയ്ക്ക് തുളസി പെയിന്റിന്റെ മേന്മയെക്കുറിച്ച് നമുക്ക് രണ്ട് പക്ഷം ആലോചിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഈ ബിസിനസ് തലത്തിൽ നമുക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാം? TCG പറയാറുണ്ട്, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ RCMൽ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് പൈസ തരും. അത് RCMന്റെ സ്വഭാവമാണ്. അപ്പോൾ തുളസി പെയിന്റിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അതിന്റെ ഇമ്മൻസ് പൊട്ടൻഷ്യൽ, അപാരമായ സാധ്യത അല്ലെങ്കിൽ അനന്തമായ സാധ്യത എന്താണെന്ന് നമുക്ക് സ്റ്റാർ പേൾ നോബിൾ സാർ പറഞ്ഞു തരും. നിങ്ങൾക്ക് എല്ലാം സുപരിചിതനാണ് അദ്ദേഹം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു ടീമിനെ കെട്ടിപ്പടുത്ത് നയിക്കുന്ന ഒരു എഫക്റ്റീവ്, കേപ്പബിൾ, ഡൈനാമിക് ലീഡറാണ്, പ്രോമിസിംഗ് ലീഡറാണ്. അപ്പോൾ നോബിൾ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നോബിൾ സാർ പ്ലീസ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ രതീഷ് സാറിന് ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ. കാരണം പെയിന്റിനെ കുറിച്ച് ഇത്രയും മനോഹരമായി, ഇത്രയും വിശദമായി, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം അത് വിവരിച്ചു തന്നു. സാർ താങ്ക് യു സോ മച്ച്. ഞാൻ സാറിന് എന്തായാലും പേഴ്സണലി വിളിക്കാം, സാറിന് മെസ്സേജ് ഇടാം. എന്നെ പരിചയപ്പെടുത്തിയ പേര് നോബിൾ ജോസ്. ബേസിക്കലി ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ഇപ്പം എറണാകുളത്ത് വരാപ്പുഴയിൽ സ്ഥിര താമസം. RCMൽ ഇപ്പോൾ സ്റ്റാർ പേൾ അച്ചീവർ ആണ്. ഇതിനു മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒരു ടൂർ കമ്പനിയിൽ മാനേജർ ആയിരുന്നു. ഏകദേശം 10 വർഷത്തോളം ആ ജോലി ചെയ്തു. ടൂർ കമ്പനിയിൽ ഏകദേശം 35,000 രൂപ മാസ വരുമാനം ഉണ്ടായിരുന്ന സമയത്താണ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ടെക്നിക്കൽ അച്ചീവർ മോളി ആന്റണി മാഡത്തിലൂടെ RCM എന്ന ഈ നന്മ കിട്ടാനിടയായതും പിന്നീട് അതിലേക്ക് എൻ്റെ ഫോക്കസ് തിരിഞ്ഞതും ഇന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു മഹാമാരിയുടെ കാലത്ത് ആ ഒരു ഇൻഡസ്ട്രി തന്നെ ഇപ്പോൾ നിശ്ചലമായിരിക്കുന്ന സമയത്ത് അന്ന് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ ഇരട്ടി കൂടുതൽ വരുമാനം ഇന്ന് ഈ ഒരു സിസ്റ്റത്തിലൂടെ മേടിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്
വളരെ സന്തോഷം, സമാധാനം. കൂടെ വന്ന ധാരാളം ആൾക്കാരെ വിജയിപ്പിക്കാൻ പറ്റിയെന്നതിൽ അതിലേറെ സന്തോഷം. മൂർത്തി സാർ പറഞ്ഞു നമ്മൾ ആരും പൈസയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രം RCMൽ വന്നയാളാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി കാര്യങ്ങൾ തന്നെ സംഭവിച്ചോളും എന്ന് പറഞ്ഞത്. തുളസി പെയിന്റ്സിന്റെ വലിയൊരു സാധ്യതയിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പോകുന്നു. ഒരു പ്രസന്റേഷനിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. തുളസി പെയിന്റ് കെ രംഗ് RCM കെ സഗ് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തുളസി പെയിന്റ്സിലൂടെ ഉള്ളത്. ഓരോ പെയിന്റ് ഉപയോഗിക്കേണ്ടതും അതിൻ്റെ സവിശേഷ രീതികളും കാര്യങ്ങളും ഒക്കെ രതീഷ് സാറ് നമ്മളോട് വിശദീകരിച്ചു തന്നു. ഈ ഒരു വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആവും. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, മാസങ്ങളിൽ ഇത് വലിയൊരു പഠനത്തിനുള്ളൊരു ടൂളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് കാണാം അല്ലേ, ഇഷ്ടംപോലെ പെയിന്റ് കാര്യങ്ങൾ, കളർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യൻ പെയിന്റ് ഇൻഡസ്ട്രി എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് 2 സെഗ്മെന്റ് ആണ് വരുന്നത്. ഒന്ന് ഡെക്കറേറ്റീവ് സെഗ്മെന്റും മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റും. ഇൻഡസ്ട്രിയൽ സെഗ്മെന്റ് മെയിനായിട്ട് വരുന്നത് ഓട്ടോമോട്ടീവ് സെക്ടറും അല്ല മറ്റ് മറൈൻ അതർ ഇതൊക്കെയാണ്. അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഓട്ടോമോട്ടീവ് സെക്ടറാണ്. ഇപ്പൊ ഡെക്കറേറ്റീവ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ വീടിന്, ബിൽഡിങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന പെയിന്റ്, ആ ഒരു സെഗ്മെന്റാണ് ഡെക്കറേറ്റീവ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അതിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, വിറ്റഴിക്കപ്പെടുന്ന പെയിന്റിൽ 70% ഈ ഡെക്കറേറ്റീവ് സെഗ്മെന്റ് ആണ്. ബിൽഡിങ്ങിനും വീടുകൾക്കും ഒക്കെ വേണ്ട ആ ഒരു സെഗ്മെന്റ് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്നത്. മാർക്കറ്റ് ഷെയർ ഇത് ഇന്ത്യയിലെ, കേരളത്തിലെ കണക്കല്ല, ഇന്ത്യയിലുള്ള കണക്കാണ്. 37% മാർക്കറ്റ് ഷെയർ ഏഷ്യൻ പെയിന്റ്സിനാണ്. ദെൻ ബർജർ, നെറോലാക്, ICI, ജെൻസൺ ആൻഡ് നിക്കോൾസൺ, ഷാലിമാർ പെയിന്റ്സ്. അതേഴ്സ് എല്ലാവരും കൂടെ 12% ചെറിയ ചെറിയ കമ്പനികൾ, അതായത് ബ്രാൻഡ്, അത്ര വലിയ ബ്രാൻഡുകളൊന്നും അല്ലാത്ത ചെറിയ ചെറിയ കമ്പനികൾ. കേരളത്തിൽ തന്നെ ഏകദേശം 100ഓളം പെയിന്റ് കമ്പനികൾ, ചെറിയ യൂണിറ്റ് മുതൽ പെയിന്റ് കമ്പനികൾ 100ഓളം നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ എന്തുമാത്രം പൊട്ടൻഷ്യലാണ്, ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു സെഗ്മെന്റിൽ ഉള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. The Indian paint industry was the second largest in the world in 2019. 2019 ലോകത്തിലെ ഈ പെയിന്റ് ഇൻഡസ്ട്രിയിൽ സെക്കൻഡ് ലാർജ് ഇൻഡസ്ട്രി ഇന്ത്യയിലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വലിയൊരു സ്കോപ്പ് നമ്മുടെ രാജ്യത്തുണ്ട്. RCMന്റെ ഒരു ഡയറക്ട് സെല്ലറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയുടെ ഏത് ഭാഗങ്ങളിലും RCM ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ തുളസി പെയിന്റ്സ് മറ്റു ഭാഗങ്ങളിൽ അവൈലബിൾ അല്ല, പക്ഷേ വലിയ താമസമില്ലാണ്ട് മറ്റു ഭാഗങ്ങളിലോട്ടും ഇത് അവൈലബിൾ ആകുന്ന ഒരു സമയം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കണം. ഇപ്പോൾ ചില പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ട് ആൾക്കാർക്ക്, ഇതിനെക്കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ. മറ്റു ഭാഗങ്ങളിലോട്ട് ഈ പെയിന്റ് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് നമ്മൾ മലയാളികൾ ഇതിൽ മാസ്റ്റർമാരാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ സീനിയർ ലീഡേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ലീഡേഴ്സ് ഒക്കെ എവിടെയായിരിക്കും? ഇവിടെ ഇരിക്കുന്ന ഓരോ റോയൽറ്റി ടെക്നിക്കൽ അച്ചീവേഴ്സും അന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്ത് നടക്കും. കാരണം ഇവിടെ കിട്ടിയ അറിവുകൾ നമുക്ക് അവിടെ പ്രയോഗിക്കാം. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ദ മാർക്കറ്റ് ഫോർ ഇന്ത്യ പെയിന്റ്സ് ആൻഡ് കോട്ടിംഗ് ഇസ് എക്സ്പെക്ടഡ്. ഇത് 2019 ഒരു കണക്കാണ്. അതിനുശേഷം നമുക്ക് ഈ പാൻഡമിക് വന്നു. ഒരുപക്ഷെ ഇതിന്റെ വളർച്ച കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അന്ന് അവർ പറഞ്ഞ ഒരു കണക്കനുസരിച്ച് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 8.56% ആ ഒരു ഇൻഡസ്ട്രി പ്രതീക്ഷിച്ചിരുന്നത്. 2019 മുതൽ 2024 വരെ വരുമ്പോഴേക്കും ആ ഒരു വളർച്ച രേഖപ്പെടുത്തുന്ന തക്ക വിധം ആ ഇൻഡസ്ട്രി അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. ഇപ്പോഴും അല്ല എന്നല്ല, ഇപ്പോഴും ആണ്. ധാരാളം ബിൽഡിങ്ങുകൾ വരുന്നു, ധാരാളം വീടുകൾ വരുന്നു, ഇല്ലേ? എത്ര പാൻഡമിക് വന്നിട്ടും ഓരോ ഓഫീസുകളും വീടുകളും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും അവിടെ അതൊക്കെ എന്താ പറയുക, ഡിസൈൻ ചെയ്യുന്ന രീതി, അവിടെ പെയിന്റ് അടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. കഴിഞ്ഞ വർഷം കാര്യമായ കമ്പനിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഏകദേശം 3-3.5 കോടി രൂപയുടെ പെയിന്റ് നമ്മുടെ കൊച്ചു കേരളത്തിൽ തുളസി പെയിന്റ്സിലൂടെ വിറ്റഴിക്കപ്പെട്ടെങ്കിൽ ഈ വർഷം വരാൻ പോകുന്ന കണക്ക്, ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ വരാൻ പോകുന്ന കണക്ക് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും.
ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കമ്പനി 10, 20, 25, 30 വർഷം മുമ്പ് തുടങ്ങിയ പെയിന്റ് ഒരു കമ്പനി, അവർ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ 1 കോടിയോ 5 കോടിയോ 10 കോടിയോ ഒക്കെ ആയിരുന്നിരിക്കാം അവരുടെ ആസ്തി. അതെനിക്കറിയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ 10-20 വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കമ്പനിയുടെ ആസ്തി എന്ന് പറയുന്നത് 10,000 കോടി രൂപയിലേക്ക് മാറി. ഇവിടെ ധാരാളം പെയിന്റർമാരുണ്ടാവാം, ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഒരുപക്ഷെ ബിൽഡേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാർ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവാം. നിങ്ങളൊന്ന് കറക്റ്റ് ശ്രദ്ധിക്കണം. ഒരു കമ്പനി തുടങ്ങിയ സമയത്ത് അവരുടെ ആസ്തി എന്ന് പറയുന്നത് കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങളായ പെയിന്റർമാരും കോൺട്രാക്ടർമാരും അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഈ കമ്പനി 10,000 കോടി രൂപയുള്ള ആസ്തിയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറി. ഈ പെയിന്റർമാരുടെയും ഈ കോൺട്രാക്ടറുടെയും അവസ്ഥ എന്താണ് ശരിക്കും? പ്രോഗ്രസ് ഉണ്ട്, അവരുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും പ്രോഗ്രസ് ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എത്ര % ഗ്രോത്ത് ഉണ്ട്? എന്താണ് അവരുടെ പ്രോഗ്രസ്? ആ പ്രോഗ്രസിന്റെ ഒരു അളവുകോൽ എന്താണുള്ളത്? പെയിന്റർമാരാണെങ്കിൽ അവരുടെ ആരോഗ്യം ക്ഷയിച്ചു കാണും. കാരണം ഇഷ്ടം പോലെ ആൾക്കാരെ എനിക്കറിയാം. കാരണം എന്തുകൊണ്ടാണ്? മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കൂടുതലും കെമിക്കൽ ബേസ്ഡ് പെയിന്റ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെയൊക്കെ വീട് പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ കുറെ ദിവസങ്ങളോളം ആ റൂമിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു, ഇല്ലേ? ഇവിടെ നമ്മുടെ പെയിന്റ് അടിച്ചു കഴിയുമ്പോഴോ എന്താണ് അവസ്ഥ? നമ്മുടെ രതീഷ് സാർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അടിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി വേണമെങ്കിൽ കിടന്നുറങ്ങാം. ആ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പോ സാമ്പത്തികം മാത്രമല്ല ഞാൻ പറഞ്ഞത്, അവരുടെ ആരോഗ്യത്തിന്റെ വശം കൂടെ നിങ്ങൾ കേൾക്കുന്നവരൊന്ന് ചിന്തിക്കുന്നുണ്ട്. ഇവർക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? കാര്യമായ ബെനിഫിറ്റ് ഉണ്ടോ? 2019 മാത്രം ഏകദേശം 50,000-ൽ പരം കോടി രൂപയുടെ പെയിന്റിന്റെ സെയിൽസ് ആണ് ഇന്ത്യയിൽ നടന്നത്. ഞാനിത് 2019 കണക്കെടുത്ത് എന്തുകൊണ്ടാ വെച്ചാൽ അതിനുശേഷം കോവിഡും പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് 2000 പേര്. കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന ഗ്രോത്ത്, ആ % വളരെ വലുതായിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ നോക്കാം, ഡെക്കറേറ്റീവ് പെയിന്റ് മാർക്കറ്റിൽ കേരളത്തിൽ മാത്രം ഒരു വർഷം നടക്കുന്ന ബിസിനസ് 850 കോടി രൂപയുടേതാണ്. അതായത് 40%, 40% ഗ്രോത്ത് ആണ് പെർ ഇയർ ഉള്ളത്. അത് ദ ഹയസ്റ്റ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെയിന്റ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. പട്ടിണി കിടന്നാലും വേണ്ടിയില്ല, വീട് ഏറ്റവും നല്ല രീതിയിലാവണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? എവിടുന്ന് വേണമെങ്കിലും കടം മേടിച്ച് വീട് മോടി പിടിപ്പിക്കുന്ന ആൾക്കാരാണ്. ഈ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് കേരളത്തിലെ മാത്രം എത്രയാന്ന് നിങ്ങളൊന്ന് കറക്റ്റ് ആലോചിച്ച് നോക്കിക്കേ. ഇത് ചെറുതല്ല. ഈ പറയുന്ന 850 കോടി രൂപയുടെ ടേൺ ഓവറിന്റെ ഒരു 5% നമ്മൾ തുളസി പെയിന്റ്സിൽ ഒന്ന് ടാർഗറ്റ് ചെയ്താൽ അത് മാത്രം 42.5 കോടി രൂപയുടെ ടേൺ ഓവറാണ്. ഞാൻ പറയുന്നു മൊത്തമല്ല, 850 കോടിയല്ല ടാർഗറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു 5% ടാർഗറ്റ് ചെയ്താൽ 42.5 കോടി രൂപയുടെ ടേൺ ഓവർ തുളസി പെയിന്റ്സിന് നടക്കും. ആ 42.5 കോടിയുടെ ടേൺ ഓവർ, അതായത് ഒരു ബിസിനസ് വോളിയം ഞാനൊരു ആവറേജ് 40% എടുക്കുന്നുള്ളൂ. നമുക്ക് 50% ബിസിനസ് വോളിയം കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, 40 ഉണ്ട്, 38 ഉണ്ട്. ആവറേജ് ഞാനൊരു 40% എടുത്താൽ പോലും 17 കോടി ബിസിനസ് വോളിയം വരും. ഈ 17 കോടി ബിസിനസ് വോളിയം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് അവരുടെ പൊസിഷൻ, ആർസിഎം ബിസിനസ്സിലെ പൊസിഷൻ സഫയർ ആയിരിക്കും. ഒരു മിനിമം 8 ലക്ഷം രൂപ മാസ വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് മിനിമം വരുമാനത്തെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ മാക്സിമത്തിലോട്ട് പോയിട്ടില്ല. ആലോചിച്ച് നോക്കൂ, 20 വർഷം 15 വർഷം 10 വർഷമായി മറ്റ് കമ്പനികളുടെ പെയിന്റ് അടിച്ചിട്ട് നമുക്ക് എന്താണ് മിച്ചമുള്ളത്? ആ പെയിന്റ് അടി എന്ന് നമ്മൾ നിർത്തുന്നു, അല്ലെങ്കിൽ ആ ജോലി എന്ന് നമ്മൾ നിർത്തുന്നു, പിന്നെ നമുക്ക് വരുമാനമില്ല. നമ്മൾ തുടങ്ങിയത് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നിൽക്കുന്നതും 0-ൽ തന്നെ. പക്ഷെ ആർസിഎമ്മിൽ ഒരു മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ പെയിന്റും അതോടൊപ്പം പെയിന്റ് മാത്രമല്ലോ, എത്രയോ ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഇട്ടിരിക്കുന്ന എൻ്റെ ഷർട്ടും കോട്ടും അടക്കം
ഞാൻ ഇപ്പൊ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എനിക്ക് കമ്പനിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ന്യൂട്രി ചാർജ് RCM കമ്പനി തന്ന ലാപ്ടോപ്പ്. ഞാൻ എഴുതാൻ ഉപയോഗിക്കുന്ന പേനയും നോട്ട്ബുക്കും കഴിക്കുന്ന ഭക്ഷണങ്ങളും കംപ്ലീറ്റ് സാധനങ്ങൾ RCMലുണ്ട്. അപ്പോൾ പെയിന്റിനോടൊപ്പം അതും കൂടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം എന്താ ഉള്ളത്? RCMലൊരു റോയൽറ്റി വരുമാനമുണ്ട്. എന്താണ്? നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് വൺസ് നിങ്ങൾ റോയൽറ്റി എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു RCMൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഒരു നോമിനിയുടെ പേരും നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാറുണ്ട് അല്ലെ? നമ്മുടെ കാലശേഷം നമുക്ക് കിട്ടിയിരുന്ന അതേ വരുമാനം നമ്മുടെ താഴോട്ട് ടീമിൽ നടക്കുന്ന സെയിൽസിന് ആസ്പദമായി നമുക്ക് കിട്ടിയിരുന്ന വരുമാനം 5 പൈസ കുറയാണ്ട് നമുക്ക് കിട്ടും. ആർക്ക് കിട്ടും? നമുക്കല്ല, നമ്മുടെ നോമിനിക്ക് കിട്ടും. ഇന്നും ചെയ്യുന്ന പെയിന്റ് മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാർ അല്ലെ കോൺട്രാക്ടേഴ്സ്, അവരെന്ന് ആ പണി നിർത്തുന്നു അന്ന് മുതൽ അവരുടെ ഇൻകം അവിടെ ഇല്ലാണ്ടാവുന്നു. പക്ഷെ ഇവിടെയോ അന്ന് മുതൽ ശരിക്കും ഇൻകം തുടങ്ങുന്ന ഒരു സ്ഥിതി. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനമെടുക്കണം. ഒരു നിമിഷം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബിസിനസിന്റെ അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകതയും. അതുകൊണ്ടാണ് ഈ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ മുന്നേറുന്നതും കേരളത്തിൽ അതൊരു തരംഗം സൃഷ്ടിക്കുന്നതും. ഞാനൊരു കുറച്ച് ചെറിയ കണക്കുകൾ കാണിക്കാം. 50% ബിസിനസ് വോളിയം ആവറേജ് നമുക്കുണ്ട്. ആവറേജ് അല്ല, കൂടുതൽ പ്രൊഡക്റ്റിനും 50% ബിസിനസ് വോളിയം ഉണ്ട്. 50% ഒരു ചെറിയ കണക്ക് കാണിക്കാം. നിങ്ങളൊരു പെയിന്റർ ആയിരിക്കാം, നിങ്ങളൊരു കോൺട്രാക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിൽഡർ ആയിരിക്കാം, ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലീഡർ ആയിക്കോട്ടെ. ഒരു 2 ലക്ഷം രൂപയുടെ പെയിന്റ് ഒരു മാസം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 50% വെച്ചാണെങ്കിൽ മിനിമം 1 ലക്ഷം ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ പേയ്മെന്റിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് 21.5% കമ്മീഷൻ ഇത് അവരുടെ അക്കൗണ്ടിൽ വരും എന്ന് പറയുന്നത് 21,500 രൂപ ഈ പെയിന്ററുടെ അല്ലെങ്കിൽ കോൺട്രാക്ടറുടെ അല്ലെങ്കിൽ ബിൽഡറുടെ അക്കൗണ്ടിൽ വരുന്ന കമ്മീഷനാണ്. ഞാൻ ഇതിന്റെ MRPയും ഡിസ്കൗണ്ട് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം ഞാനിവിടെ സൂചിപ്പിച്ചിട്ടില്ല. അത് നിങ്ങൾക്കുള്ളത് എക്സ്ട്രാ ആണ്. മെമ്പർഷിപ്പ് എടുത്ത് ചെയ്താൽ കിട്ടുന്ന ഒരു വരുമാനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതാരും ആയിക്കോട്ടെ, ചെറിയൊരു കണക്കാണ്. ഇനി 5 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ, പെയിന്റ് ഉൽപ്പന്നങ്ങൾ ഒരു മാസം നിങ്ങൾ ഉപയോഗിക്കുകയോ വിറ്റഴിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം ബിസിനസ് വോളിയം വരും. ഇപ്പൊ 2.5 ലക്ഷത്തിന് 29% വരില്ല. പക്ഷെ RCMൽ സജീവമായ ഒരാൾക്കറിയാം, അല്ലെങ്കിൽ ലീഡേഴ്സിന് അറിയാം, 2.5 ലക്ഷം വന്നാൽ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു 10,000 ബിസിനസ് വോളിയം കൂടെ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ 1.5% കൂടെ കമ്മീഷൻ കിട്ടും. 2.5%, 3.5%, 26 നേരെ 29% വരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അവരുടെ അക്കൗണ്ടിൽ വരുന്ന വരുമാനം 75,400 രൂപയായിരിക്കും. 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പെയിന്റ് മറ്റ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് അല്ലേ? അവർക്ക് എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട്? മേടിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു കമ്മീഷൻ ഒരു പക്ഷെ ഉണ്ടാവും. പിന്നെ എന്താ കിട്ടുന്നത്? ചിലപ്പോൾ ഒരു വിദേശ രാജ്യത്തെ ടൂർ കിട്ടും, അതല്ലെങ്കിൽ ഒരു ഗാല ഡിന്നർ. എനിക്കറിയാം, ഞാൻ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു ഡിന്നർ കൊടുക്കും, പറ്റുമെങ്കിൽ അവർ മദ്യം കൊടുക്കും, അത്രയേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു തലമുറയല്ല, നിങ്ങളുടെ അനേകായിരം തലമുറകൾ രക്ഷപ്പെടാൻ തക്ക രീതിയിൽ ഇവിടെ വരുമാനം കിട്ടും. അടുത്ത എന്താണ്? ഒരു 10 ലക്ഷം രൂപയുടെ പെയിന്റ് ആണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ, നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ 5 ലക്ഷം ബിസിനസ് വോളിയം വരുന്നു. അതിന്റെ 32% എന്ന് പറയുന്നത് 1,60,000 രൂപ. ഇത് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന തുകയാണ്. മറ്റ് MRP DP വ്യത്യാസമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ശരിക്കും ചിന്തിക്കണം. നമ്മൾ കണ്ണു തുറന്ന് കാണണം, കാത് തുറന്ന് കേൾക്കണം. അടുത്ത ഒരു പേജ് കൂടെ ഞാൻ കാണിക്കാം. ഇത് ഞാൻ ആവറേജ് ഒരു 40%ലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു ബിസിനസ് വോളിയത്തിന്റെ 50, 40, 38% വരെയാണ് ബിസിനസ് വോളിയം, അതിന്റെ കമ്മീഷൻ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 40% ഒരു കണക്ക്. നമ്മുടെ കൂടെ വലിയ വലിയ കോൺട്രാക്ടേഴ്സ് ഉണ്ട്, വലിയ വലിയ ബിൽഡേഴ്സ് ഉണ്ട്. ഒരു മാസം 25 ലക്ഷം രൂപയുടെ പെയിന്റ് എടുക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം ബിസിനസ് വോളിയം വരും. അതിന്റെ 32% എന്ന് പറയുന്നത് 3,20,000 രൂപ നമ്മുടെ ബാങ്കിൽ കമ്മീഷൻ വരും. ഇത് ബാങ്കിൽ വരുന്ന കമ്മീഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പൈസ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഫ്രീ സാധനങ്ങൾ കൊടുത്തൂടെ? ഇല്ല RCMൽ മെമ്പർഷിപ്പ് എടുത്ത് കൊടുത്തൂടെ?
അല്ലെ അവർക്ക് നിങ്ങൾക്ക് ഒരു അടിപൊളി മൊബൈൽ അവർക്ക് മേടിച്ചു കൊടുക്കൂ, അവർ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ അവർ പണിയെടുക്കില്ലേ? നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന പൈസയാണ് ഞാൻ ഈ പറയുന്നത്. കേൾക്കണം. ഒരു 50 ലക്ഷം ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞത് 20 ലക്ഷം ബിസിനസ് വോളിയം വരും. അതിന്റെ 32% കമ്മീഷൻ. ഇത് ഞാൻ പറയുന്നു, നമ്മുടെ താഴോട്ട് ഒരു മനുഷ്യൻ വേണ്ട ഇത് കിട്ടാനായിട്ട്. ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. അത് എക്സ്ട്രാ ആണ്. നമ്മുടെ കൂടെ ധാരാളം ആൾക്കാർ അസോസിയേറ്റ് ചെയ്യും അന്നേരത്തേക്കും. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരാള് പോലും നമ്മുടെ താഴെ ഇല്ലെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന കമ്മീഷൻ എത്രയാണ് വരുന്നത്? 6,40,000 രൂപ നമുക്ക് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൽ ഒരുപക്ഷെ കാണും ലക്ഷങ്ങളും കോടികളും രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളിത് ശരിക്കും ശ്രദ്ധിക്കണം. ഒരൊറ്റ കാര്യം കൂടെ കാണിക്കാം. 1 കോടി രൂപയുടെ പെയിന്റ് ചെയ്യുന്നയാള് 40 ലക്ഷം ബിസിനസ് വോളിയം മിനിമം വരും. 40 ലക്ഷം ബിസിനസ് വോളിയം. അവരുടെ അക്കൗണ്ടിൽ വരുന്നത് 12,80,000 രൂപയായിരിക്കും. പ്രിയമുള്ളവർ, നിങ്ങൾ ഇത് ശരിക്കും ആലോചിച്ച് നോക്കൂ. RCM ബിസിനസിന്റെ സ്കോപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മൂർത്തി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. RCMന്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഒരു തട്ടിൽ, ഒരു ത്രാസിൽ വെച്ച് മറ്റേ തട്ടിൽ തുളസി പെയിന്റ്സ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഏത് തട്ടാണ് താഴ്ന്നിരിക്കുക? അത് തുളസി പെയിന്റിന്റെ തട്ടായിരിക്കും താഴ്ന്നിരിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. ലാസ്റ്റത്തെ പേജാണ്. ഒരു റോക്കറ്റിന്റെ പടം ഞാൻ കാണിച്ചു അല്ലേ? നമ്മൾ എന്നും റോക്കറ്റ് ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ ജെറ്റുകളൊക്കെ പറക്കുമ്പോൾ താഴെ നിന്ന് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജെറ്റിൽ കയറിയിരുന്ന് പറക്കാം. അങ്ങനെ പറക്കണമെങ്കിൽ നിങ്ങൾ RCM ബിസിനസിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഈ തുളസി പെയിന്റ്സിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. രതീഷ് സാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് കാണുക. അത് കണ്ടതിന് ശേഷം ഒരു ഉറച്ച തീരുമാനമെടുക്കുക. ഈ ജെറ്റിനകത്ത് കയറിയിരുന്ന് പറക്കണോ, ഈ റോക്കറ്റിൽ കയറിയിരുന്ന് സഞ്ചരിക്കണോ, അതെയോ താഴെ നിന്ന് ഇതിന്റെ ഫോട്ടോ എടുക്കണോ? RCM ബിസിനസ്സിലൂടെ എല്ലാവർക്കും വലിയ വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. RCM. താങ്ക് യു നോബിൾ സാർ. കണക്കൊക്കെ പറഞ്ഞപ്പോ ഒത്തിരി വലിയ കണക്കാണ്. നമ്മുടെ ഇപ്പോഴുള്ള സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും വലിയ കണക്കാണ് നോബിൾ സാർ പറഞ്ഞത്. എന്തായാലും ഈ കണക്കൊക്കെ അറിയാൻ കഴിയുന്നത് കൊണ്ടാണ് തുളസി പെയിന്റ് MD പറഞ്ഞത്. ഇപ്പോ നോബിൾ സാർ പറഞ്ഞു നിർത്തിയ അതേ വാചകം അത് അദ്ദേഹം പറഞ്ഞതാണ്. ഞാനത് പല പ്രാവശ്യം ഉരുവിട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ വാക്കാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഇന്ന് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെ ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ മറുതട്ടിൽ തുളസി പെയിന്റും വെച്ചാൽ തുളസി പെയിന്റും വെച്ചിരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. തീർച്ചയായിട്ടും അതിന് അത്രയും വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാണ്. കാരണം 2019 തുളസി പെയിന്റ് RCMമായിട്ട് അസോസിയേറ്റ് ചെയ്തു. അന്ന് ആവശ്യമുള്ളവർക്ക് നേരിട്ട് സപ്ലൈ ചെയ്തു കൊള്ളാൻ ഒരു പരീക്ഷണാർത്ഥത്തിൽ കൊടുത്തുകൊള്ളാൻ TCG അതിന് അനുവാദം കൊടുത്തു. കാരണം ലോകത്തൊരിടത്തും പെയിന്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു ഉൽപ്പന്നമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷണ അടിസ്ഥാനത്തിൽ ആ പരീക്ഷണം യഥാർത്ഥത്തിൽ പരീക്ഷണം നടത്തി അത് സക്സസ് ആക്കാൻ ഈ കഴിഞ്ഞ 2 വർഷം 3 വർഷം കൊണ്ട് ആർക്കും കഴിഞ്ഞിരുന്നില്ല. അവിടെ അനവധി പ്രോഗ്രാമുകൾ നടന്നു. RCMന്റെ വലിയ വലിയ ലീഡർമാർ, കോർ ലീഡേഴ്സ് ഒക്കെ വന്ന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുപ്പിക്കുന്ന പ്രോഗ്രാം നടത്തി. തുളസി പെയിന്റിന്റെ ലോഞ്ചിങ്, പ്രൊമോഷൻ ഒക്കെ നടത്തിയിട്ടും അതിന് കാര്യമായ ഒരു പ്രോഗ്രസ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് എല്ലാം, അതായത് A to Z സിസ്റ്റമാറ്റിക് ആയിട്ട് കേരളത്തിൽ ഇത് വന്നിരിക്കുന്നു. ഇത് നോബിൾ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇനി ഇത് കേരളത്തിൽ ഇത് കിട്ടാത്ത ഒരു പിക്കസൺ ഉണ്ടാവില്ല. എല്ലാ ഡിസ്പ്ലേ വാളിലും ഒരു സാമ്പിളായിട്ടെങ്കിലും തുളസി പെയിന്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ തുളസി പെയിന്റ് സാർവത്രികമാകും. അതിന്റെ മേന്മ, അതായത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ നേട്ടമാണ് രതീഷ് സാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പെയിന്ററെ സംബന്ധിച്ച് സാധാരണ ഉപയോഗിക്കുന്ന പെയിന്റിനുണ്ടാകുന്ന സ്മെല്ല് നമുക്കറിയാം. ഒരു 7-8 ദിവസമെങ്കിലും അത് പെയിന്റ് കഴിഞ്ഞാൽ വീട്ടിൽ സ്മെല്ലുണ്ടാവും. അപ്പോൾ ദിവസവും ഈ പെയിന്റ് ചെയ്യുന്ന ആളുടെ ആരോഗ്യസ്ഥിതി എന്താവും? എന്നും ഈ സ്മെല്ലടിച്ചിട്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ആ പെയിന്റ് കയ്യിൽ നിന്ന് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണയോ അതുപോലുള്ള മറ്റെന്തെങ്കിലും ലായനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നം, ഇത് രണ്ടും അവരുടെ സന്തത സഹചാരിയായിരിക്കും. ബ്രാൻഡ് ഒന്നും മാറ്റുന്നതിലൂടെ പെയിന്റർമാർക്ക് ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതിനാണ് അതിന്റെ ഏറ്റവും വലിയ മേന്മ.
ഒരു സ്മെല്ലുമില്ല, ഇത് കഴുകാൻ വെള്ളം മാത്രം മതി, സോപ്പ് പോലും വേണ്ട. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള കാലം പെയിന്റർമാർ ഇതേ ഉപയോഗിക്കും. എന്നെപ്പോലെ, നമ്മളെപ്പോലെ പെയിന്റിങ് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരൻ തീർച്ചയായിട്ടും പരിചയമുള്ള ഒരു പെയിന്ററെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുക. ആ പെയിന്റർ റെക്കമെൻഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന് കൂടുതൽ നേട്ടം കിട്ടുന്ന ബ്രാൻഡ് ഏതാണോ അതായിരിക്കും. അവിടെ ക്വാളിറ്റിയേക്കാൾ ഉപരി അദ്ദേഹത്തിന് കിട്ടുന്ന നേട്ടമായിരിക്കും അദ്ദേഹത്തിന്റെ പരിഗണനയുള്ള വിഷയം. അപ്പോൾ അദ്ദേഹത്തിന് നേട്ടം കിട്ടുക എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള സപ്ലയർമാര്, ഡീലേഴ്സ് എന്താണോ ആ പെയിന്റർക്ക് കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും. ഒരേ പെയിന്റർ തന്നെ പല സ്ഥലങ്ങളിൽ പല പെയിന്റ് പ്രൊമോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും അല്പമെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് തന്നെ തുളസി പെയിന്റ് കിട്ടും. മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു പെയിന്റർക്ക് DP-യിൽ കിട്ടുമ്പോൾ ഒരു 10, 30, 40% വരെയെങ്കിലും വില വ്യത്യാസം വീണ്ടും അതിലുണ്ടാകും. ഇത് അദ്ദേഹത്തിന് ഒരു ഇൻസ്റ്റന്റ്, എന്താ പറയുക, ഹോട്ട് ക്യാഷ്, സ്പോട്ട് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടാൻ ഇടയാക്കും. ഒപ്പം ഉപയോഗിക്കുന്ന പെയിന്റിന്റെ ബിസിനസ് വോളിയം സ്വന്തം അക്കൗണ്ടിൽ അക്യുമുലേറ്റ് ആവുമ്പോൾ ഓരോ മാസവും ഒരു അഡീഷണൽ ഇൻകത്തിനുള്ള അവസരം ഉണ്ടാവും. ഒരു പെയിന്റർ എന്ന് പറയുമ്പോൾ ഒരാളല്ല, ഒരു ഗ്രൂപ്പാണ്. ഒരു വീട്ടിൽ മേ ബി ഒരാഴ്ച കൊണ്ടോ മറ്റോ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കിൽ ഏകദേശം ഇവിടെ കണക്ക് കാണിച്ചതനുസരിച്ച് ഒരു 50,000 മുതൽ 1,00,000 രൂപയുടെ വരെയെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് വോളിയം കൊണ്ട് ആ ഗ്രൂപ്പിൽ 50,000 ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്യുന്ന കണക്കാക്കിയാൽ അത്തരത്തിലുള്ള 7 ഗ്രൂപ്പ് ഉണ്ടായാൽ, അത് 7 ആളുകളാവാം, 7 ഗ്രൂപ്പ് ആവാം. അങ്ങനെ ഉണ്ടായാൽ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു 40,000 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ളതാണ് ഇതിനകത്തെ രസകരമായ വസ്തുത. ഞാൻ പറഞ്ഞു, വലിയ കണക്ക്, കോടികൾ കണക്ക് പറഞ്ഞ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷേ ഓരോ പെയിന്ററെ സംബന്ധിച്ച് ഒരു ചെറിയ ഗായകമായിട്ട് 2 3 പേര് ചേർന്ന് ദിവസവും ജോലി ചെയ്യുമ്പോൾ ഒരു 3,000 രൂപ അവർക്ക് വരുമാനമായിട്ട് കൂലിയായിട്ട് കിട്ടണമെങ്കിൽ ഒരു 6,000 രൂപയെങ്കിലും പ്രൊഡക്റ്റ് അവർ ഉപയോഗിക്കാതെ പറ്റില്ല. അത്തരത്തിൽ ഒരു മാസം അവർ ജോലി ചെയ്യുമ്പോൾ അവർ ഉപയോഗിച്ച് തീർക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം തുളസി പെയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആരോഗ്യപരമായ നേട്ടം ഉണ്ടാകുന്നു. ഒപ്പം ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് ലാഭമുണ്ടാകുന്നു, നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം കിട്ടുന്നു. അതിൽ ആ ബിസിനസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എക്സ്ട്രാ ഇൻകം അവർക്ക് എല്ലാവർക്കും കിട്ടാനിടയാവുന്നു. തീർച്ചയായിട്ടും ഇത് വലിയൊരു സംഭവം തന്നെയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ ആ സാധ്യത ശരിയായിട്ടൊന്ന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പെയിന്റ് ഔട്ട്ലെറ്റിലേക്കായിരിക്കും ഇനി നമ്മുടെ ശ്രദ്ധ. കാരണം ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഒരു പെയിന്റ് കട പ്രവർത്തിക്കുന്നുണ്ട്. ആ പെയിന്റ് കടയെ ബേസ് ചെയ്തുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു 5-10 പെയിന്റിംഗ് തൊഴിലാളികൾ ഉണ്ടാകും. അവർക്ക് വേണ്ട പെയിന്റ് കൊടുത്തുകൊണ്ട് വാടകയും കറണ്ട് ചാർജും കഴിഞ്ഞ് സ്വന്തമായിട്ട് ചെറിയൊരു വരുമാനമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പെയിന്റ് കട അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് മുക്കിലും മൂലയിലും ഇതിനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത ശരിയായിട്ട് പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറായാൽ, കണ്ണൊന്ന് തുറന്നാൽ, കാതൊന്ന് തുറന്നാൽ ഈ അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇന്ന് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ത്രാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും മറുതട്ടിൽ ഇത് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തുളസി പെയിന്റിന്റെ തട്ട് തന്നെ താഴ്ന്നിരിക്കും എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത്രയും ബിസിനസിന്റെ സാധ്യതയും നമുക്ക് പറഞ്ഞ നോബിൾ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ ധാരാളം ആളുകൾക്ക് ഒത്തിരി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ചോദ്യങ്ങൾക്ക് ഇന്ന് ഇവിടെ വലിയ പ്രസക്തിയില്ല. അത് തീർക്കാൻ നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരും. ഇതിന്റെ സാധ്യത മനസ്സിലാക്കുക, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, പിക്കപ്സ് നടത്തുന്ന